ഇല്ലാ ബില്ലാഹ് അലൈഹി തവക്കൽതു വ ഇലൈഹി ഉനീബ്. സ്നേഹസമ്പന്നരായ സഹോദരങ്ങളെ, സഹൃദയരെ, സർവശക്തനായ അള്ളാഹുവിൻ്റെ കാരുണ്യവും അനുഗ്രഹവും നമ്മുടെ മേൽ വർഷിക്കുമാറാകട്ടെ. മുസ്ലിം ലോകത്തെ ഒന്നടങ്കം ആവേശഭരിതമാക്കിക്കൊണ്ട് ഫലസ്തീനിലെ മസ്ജിദുൽ അഖ്സയുടെ വിമോചനത്തിന് വേണ്ടി ധീരരായ ഫലസ്തീൻ ജനത കല്ലുകൾ കൊണ്ട് മാത്രം രോമാഞ്ചജനകമായ പോരാട്ടത്തിലേർപ്പെട്ടിരിക്കുന്ന ഒരു പശ്ചാത്തലത്തിലാണ് ഇസ്ലാം വർത്തമാനവും ഭാവിയും എന്ന വിഷയത്തെ അഭിമുഖീകരിച്ചുകൊണ്ട് സംസാരിക്കാൻ ഈ സദസ്സിൻ്റെ മുമ്പിൽ ഞാൻ എഴുന്നേറ്റ് നിൽക്കുന്നത്. ഈ സന്ദർഭത്തിൽ വിശുദ്ധ ഖുർആനിലെ വളരെ പ്രസക്തിയായ ഒരു വചനം ഞാൻ ഓർത്തുപോവുകയാണ്. യുരീദൂന ലിയുത്ഫിഉ നൂറല്ലാഹി ബിഅഫ്വാഹിഹിം വല്ലാഹു മുതിമ്മു നൂരിഹി വലൗ കരിഹൽ കാഫിറൂൻ ഹുവല്ലദീ അർസല റസൂലഹു ബിൽ ഹുദാ വദീനിൽ ഹഖ് ലിയുദ്ഹിറഹു അലദ്ദീനി കുല്ലിഹി വലൗ കരിഹൽ മുശ്രികൂൻ. അള്ളാഹുവിൻ്റെ പ്രകാശത്തെ ഊതിക്കെടുത്താൻ ഇസ്ലാമിൻ്റെ ശത്രുക്കൾ എന്നും പരിശ്രമിച്ചു കൊണ്ടിരുന്നു എന്ന ചരിത്ര യാഥാർത്ഥ്യത്തെ അനുസ്മരിച്ചുകൊണ്ട് പ്രവാചക കാലഘട്ടത്തിൽ ഇസ്ലാമിൻ്റെ വിശുദ്ധമായ പ്രകാശത്തെ ഊതിക്കെടുത്താൻ പരിശ്രമിച്ച സത്യനിഷേധികളുടെ പ്രവർത്തനത്തെ അടിവരയിട്ടുകൊണ്ടാണ് വിശുദ്ധ ഖുർആൻ ഈ വചനം മുസ്ലിം ജനതയുടെ മുമ്പാകെ സമർപ്പിക്കുന്നത്. യാതൊരു സംശയത്തിനുമിടയില്ലാത്ത വിധം ഇസ്ലാമിൻ്റെ ഭാവിയെക്കുറിച്ച് വിശുദ്ധ ഖുർആൻ ഈ വചനത്തിലൂടെ മുസ്ലിം സമൂഹത്തെ ഓർമ്മപ്പെടുത്തുകയാണ്. കാരണം ഹുവല്ലദീ അർസല റസൂലഹു ബിൽ ഹുദാ വദീനിൽ ഹഖ് ലിയുദ്ഹിറഹു അലദ്ദീനി കുല്ലിഹി വലൗ കരിഹൽ മുശ്രികൂൻ. മുശ്രിക്കുകൾക്കും ബഹുദൈവാരാധകർക്കും എന്തുമാത്രം അരോചകമായിരുന്നാലും അസഹ്യമായിരുന്നാലും അല്ലാഹു സുബ്ഹാനഹു വ തആല ഇസ്ലാമിനെ മനുഷ്യ സമൂഹത്തിൻ്റെ മുമ്പാകെ സമർപ്പിച്ചിരിക്കുന്നത് ചരിത്രത്തിൽ കേവലം ഒരു കാഴ്ചക്കാരനെ പോലെ നോക്കി നിൽക്കാൻ വേണ്ടിയല്ല എന്നും, മറിച്ച് ലോകത്തുള്ള മുഴുവൻ ജീവിത സന്ദേശങ്ങളെയും പ്രത്യയശാസ്ത്രങ്ങളെയും അതിജയിക്കുന്ന ഒരു ജീവിതമാർഗമായി ഇസ്ലാം മാറാനാണ് എന്നും വിശുദ്ധ ഖുർആൻ പ്രഖ്യാപിക്കുന്നു. ഇസ്ലാമിൻ്റെ ഇത്തരമൊരു ശ്രമത്തെ ചെറുത്തു തോൽപ്പിക്കാൻ ശ്രമിക്കുന്ന ശക്തികളുടെ പ്രവർത്തനത്തെ തങ്ങളുടെ നിസ്സാരമായ ചുണ്ടുകൾ ഉപയോഗിച്ചുകൊണ്ട് ഈ പ്രപഞ്ചമാകമാനം പരന്നു കിടക്കുന്ന അള്ളാഹുവിൻ്റെ ശക്തിയെ ഊതിക്കെടുത്താൻ പരിശ്രമിക്കുന്ന ഒരിക്കലും വിജയിക്കാൻ സാധ്യതയില്ലാത്ത നിസ്സഹായരുടെ പരിശ്രമമായി കൊണ്ടാണ് വിശുദ്ധ ഖുർആൻ ചിത്രീകരിക്കുന്നത്. എന്നിട്ട് ഖുർആൻ മുസ്ലിം സമൂഹത്തെയും ലോകത്തെയും അഭിമുഖീകരിച്ചുകൊണ്ട് വല്ലാഹു മുതിമ്മു നൂരിഹി വലൗ കരിഹൽ കാഫിറൂൻ, നിഷേധികൾക്ക് എന്തുമാത്രം അസഹ്യമായിരുന്നാലും അള്ളാഹു അവൻ്റെ പ്രകാശത്തെ പൂർത്തീകരിക്കുമെന്ന് പറയുന്നു. ഇത്തരമൊരു വചനം ഈ സന്ദർഭത്തിൽ ഞാൻ അനുസ്മരിക്കുന്നത് കേവലം വർത്തമാന കാലഘട്ടത്തിൽ ഇസ്ലാമിക സമൂഹം അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന നിരന്തരമായ പ്രയാസങ്ങളെയും വേദനകളെയും മാത്രം പശ്ചാത്തലമാക്കിക്കൊണ്ടല്ല, മറിച്ച് ചരിത്രത്തിലൊന്നും മനുഷ്യ സമൂഹത്തിൻ്റെ കൂടെ നിൽക്കുകയും സ്നേഹത്തിൻ്റെയും സഹാനുഭൂതിയുടെയും കാരുണ്യത്തിൻ്റെയും വികാരങ്ങൾ ജനസമൂഹത്തിൻ്റെ മുമ്പിൽ സമർപ്പിക്കുകയും സാമൂഹിക നീതിയിലും സമത്വത്തിലും അധിഷ്ഠിതമായ ഒരു ലോകത്തെ പണിതുയർത്താൻ വേണ്ടി പരിശ്രമിക്കുകയും ചെയ്ത പ്രവാചകന്മാരെ സത്യത്തിൻ്റെ ശത്രുക്കൾ ഈ സ്വഭാവത്തിലായിരുന്നു നേരിട്ടത് എന്ന് വിശുദ്ധ ഖുർആൻ തന്നെ നമ്മുടെ മുമ്പിൽ അനാവരണം ചെയ്യുന്നുണ്ട്. മനുഷ്യ സമൂഹത്തിൻ്റെ ഇതപര്യന്തമുള്ള ചരിത്രമെടുത്ത് പരിശോധിച്ചു നോക്കിയാൽ നമുക്ക് ചരിത്രത്തിലൊന്നും രണ്ട് ശക്തികൾ തമ്മിലുള്ള സംഘട്ടനം, നിരന്തരമായ സംഘട്ടനം നമുക്ക് കാണാൻ സാധിക്കും. നാഗരികതകളും സംസ്കാരങ്ങളും വിശ്വാസ പ്രമാണങ്ങളുമൊക്കെ പരസ്പരം ഏറ്റുമുട്ടിയ പല ചരിത്രഘട്ടത്തിലും പലപ്പോഴും രണ്ട് വിരുദ്ധ ശക്തികൾ പരസ്പരം ഏറ്റുമുട്ടിയിരുന്നു എന്ന് നമുക്ക് കാണാൻ സാധിക്കും. അതിലൊന്ന് സ്നേഹത്തിൻ്റെയും സഹാനുഭൂതിയുടെയും
കാരുണ്യത്തിൻ്റെയും സന്ദേശങ്ങൾ ജനസമൂഹത്തിൻ്റെ മുമ്പിൽ പകർന്നു കൊടുത്ത പ്രവാചകന്മാർ പ്രതിനിധീകരിച്ച സത്യത്തിൻ്റെ ശക്തിയായ ഇസ്ലാമായിരുന്നുവെങ്കിൽ, മറുഭാഗത്ത് അനീതിയെയും അക്രമത്തെയും തങ്ങളുടെ ജീവിതചര്യയാക്കി മാറ്റുകയും അങ്ങനെ അസമത്വത്തിൽ അധിഷ്ഠിതമായ ഒരു ലോകത്തെ പണിതുയർത്തിക്കൊണ്ട് മനുഷ്യ സമൂഹത്തെ ചൂഷണം ചെയ്തുകൊണ്ടും മർദ്ദിച്ചുകൊണ്ടും തങ്ങളുടെ ഭൗതിക സൗകര്യങ്ങൾ മെച്ചപ്പെടുത്താൻ വേണ്ടി പരിശ്രമിച്ച ഭൗതികതയുടെ ശക്തികളായിരുന്നു. ഈ സംഘട്ടനത്തിൽ പ്രവാചകന്മാർ മനുഷ്യ സമൂഹത്തിൻ്റെ കൂടെ നിന്നുകൊണ്ട് സാധാരണക്കാരുടെയും ദുർബലരുടെയും അശരണരുടെയും കൂടെ നിന്നുകൊണ്ടായിരുന്നു സംസാരിച്ചത് എന്നാണ് ഖുർആൻ നമ്മുടെ മുമ്പിൽ അനാവരണം ചെയ്യുന്ന ഇസ്ലാമിൻ്റെ ചരിത്രം. പ്രവാചകന്മാരുടെ ചരിത്രമെടുത്ത് പരിശോധിച്ചു നോക്കിയാൽ സുഖലോലുപതയുടെയും ആഡംബരത്തിൻ്റെയും ജീവിതശൈലിയിലൂടെ ഈ ലോകത്തെ തങ്ങളുടെ ദൗത്യം വിസ്മരിച്ചുകൊണ്ട് ജീവിച്ച ആഡംബര സംസ്കാരത്തിൻ്റെ പ്രതിനിധികൾക്കെതിരെ അതിശക്തമായ സമരം നയിച്ച മഹാനായ പ്രവാചകൻ സാലിഹ് അലൈഹിസ്സലാമിനെ നമുക്ക് കാണാൻ സാധിക്കും. ഹൂദ് അലൈഹിസ്സലാമിനെ നമുക്ക് കാണാൻ സാധിക്കും. മനുഷ്യ സമൂഹത്തെ ചൂഷണം ചെയ്യാനും മർദ്ദിച്ചവശരാക്കാനും പരിശ്രമിച്ച ഫറോവമാരെ പോലെയുള്ള കിരാതന്മാർക്കെതിരെ അതിശക്തമായ പോരാട്ടം നയിച്ച മനുഷ്യ സമൂഹത്തിൻ്റെ വിമോചകനായ മൂസ അലൈഹിസ്സലാമിൻ്റെ ചരിത്രം നമുക്ക് കാണാൻ സാധിക്കും. അതേപോലെ തന്നെ അനീതിയും അസമത്വവും അതുപോലെ തന്നെ സാമ്പത്തികമായ കുറ്റകൃത്യങ്ങളും നടത്തിയിരുന്ന സമൂഹത്തെ ഇത്തരം കുറ്റകൃത്യങ്ങളിൽ നിന്ന് രക്ഷിക്കാൻ വേണ്ടി പരിശ്രമിച്ച പ്രവാചകന്മാരായ ശുഐബ് അലൈഹിസ്സലാമിൻ്റെ ചരിത്രം നമുക്ക് വായിക്കാൻ സാധിക്കും. സാധാരണക്കാരായ ജനസമൂഹത്തെ മതത്തിൻ്റെ ഇല്ലാത്ത വേലിക്കെട്ടുകൾ തീർത്തുകൊണ്ട് ചൂഷണം ചെയ്യാനും അങ്ങനെ അവരുടെ സമ്പത്തും അവരുടെ സൗകര്യങ്ങളും തങ്ങളുടെ ഖജാനയിലേക്കും കീശയിലേക്കും കൊണ്ടുപോകാൻ വേണ്ടി പരസ്പരം മത്സരിക്കുകയും ചെയ്ത പുരോഹിതന്മാരുടെ ദുശക്തികൾക്കെതിരെ പ്രതികരിച്ച പ്രവാചകൻ ഈസാ അലൈഹിസ്സലാമിനെയും നമുക്ക് ചരിത്രത്തിൽ വായിക്കാൻ സാധിക്കും. ഇങ്ങനെ എന്നും ചരിത്രത്തിൽ പ്രവാചകന്മാർ നീതിയുടെയും സത്യത്തിൻ്റെയും ഭാഗത്ത് നിലയുറപ്പിച്ചപ്പോൾ അവർക്ക് പോരാടേണ്ടി വന്നത് അവർ ഉയർത്തിപ്പിടിച്ച സത്യത്തിൻ്റെ സന്ദേശത്തെ ഊതിക്കെടുത്താൻ പരിശ്രമിച്ച ശക്തികളോടായിരുന്നു എന്നും ആ ശക്തികളെല്ലാം തന്നെ അനീതിയെയും അസമത്വത്തെയുമായിരുന്നു പ്രതിനിധീകരിച്ചത് എന്നും വിശുദ്ധ ഖുർആൻ യാതൊരു സംശയത്തിനും അവകാശമില്ലാത്ത വിധം നമ്മുടെ മുമ്പിൽ സമർപ്പിക്കുകയാണ്. ഇസ്ലാമിൻ്റെ ഈ ചരിത്രം അഥവാ മനുഷ്യ സമൂഹത്തിൽ നീതിയുടെ കൂടെ നിന്നുകൊണ്ട് അനീതിക്കും അസമത്വത്തിനുമെതിരെ ശബ്ദിച്ച ഇസ്ലാമിൻ്റെ ചരിത്രം ഇന്നും ലോകത്ത് ആവർത്തിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു എന്നിടത്ത് നിന്നാണ് ഇസ്ലാമിൻ്റെ വേദനകളും ഇസ്ലാമിൻ്റെ പ്രയാസങ്ങളും ഇന്ന് ആരംഭിക്കുന്നത്. മുസ്ലിം ജനസാമാന്യം, മുസ്ലിം ബഹുജനങ്ങൾ, ഇസ്ലാമിക വിശ്വാസത്തെ മുറുകെ പിടിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾ ഇന്ന് വേട്ടയാടപ്പെടുന്നുവെങ്കിൽ അവരെന്ന് ഭീകരന്മാരായും മതഭ്രാന്തന്മാരായും അതുപോലെ തന്നെ ലോകത്ത് നാശങ്ങൾ വിതക്കുന്നവരായും മുദ്രകുത്തപ്പെടുന്നുവെങ്കിൽ അതിനുള്ള ഒരേ ഒരു കാരണം പ്രവാചകന്മാരുടെ പാത പിന്തുടർന്നുകൊണ്ട് നീതിയുടെയും സത്യത്തിൻ്റെയും കൂടെ അവർ നിലയുറപ്പിച്ചു എന്നത് മാത്രമാണ്. ഈ കാര്യത്തെയാണ് വിശുദ്ധ ഖുർആൻ വമാ നഖമൂ മിൻഹും ഇല്ലാ അൻ യുഅ്മിനൂ ബില്ലാഹിൽ അസീസിൽ ഹമീദ് എന്ന വളരെ പ്രസക്തമായ മറ്റൊരു വചനത്തിലൂടെ നമ്മുടെ മുമ്പിൽ ചിത്രീകരിക്കുന്നത്. വിശുദ്ധ ഖുർആൻ പ്രവാചകന്മാർ അനുഭവിച്ച ഒരു പ്രത്യേകമായ ഘട്ടത്തിൽ ഇസ്ലാമിക വിശ്വാസത്തെ മുറുകെ പിടിച്ച ഒരു ജനസമൂഹം അനുഭവിച്ച കിരാതമായ നരനായാട്ടിനെ അനുസ്മരിച്ചുകൊണ്ടാണ് വമാ നഖമൂ മിൻഹും ഇല്ലാ അൻ യുഅ്മിനൂ ബില്ലാഹിൽ അസീസിൽ ഹമീദ് എന്ന വചനം സൂറത്തുൽ ബുറൂജിൽ പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഒരു ജനവിഭാഗം പ്രവാചകന്മാരിൽ വിശ്വസിച്ചു എന്ന കാരണത്താൽ അള്ളാഹുവിൽ അജയ്യനും പ്രതാപശാലിയുമായ അള്ളാഹു സുബ്ഹാനഹു വ തആലയിൽ വിശ്വസിച്ചു എന്ന കാരണത്താൽ ആ ജനസമൂഹത്തെ ഒന്നടങ്കം തന്നെ വലിയ ഒരു കിടങ്ങ് കുഴിച്ച് അതിലേക്ക് വലിച്ചെറിഞ്ഞുകൊണ്ട് ക്രൂരമായി കൊന്ന ഒരു പ്രത്യേക വിഭാഗത്തെ അനുസ്മരിച്ചുകൊണ്ട് അവരുടെ ചെയ്തികളെ പശ്ചാത്തലമാക്കിക്കൊണ്ട് വിശുദ്ധ ഖുർആൻ വമാ നഖമൂ മിൻഹും ഇല്ലാ അൻ യുഅ്മിനൂ ബില്ലാഹിൽ അസീസിൽ ഹമീദ് പ്രതാപവാനും യുക്തിജ്ഞനുമായ സർവശക്തനായ അല്ലാഹു സുബ്ഹാനഹു വ തആലയിൽ വിശ്വസിച്ചു എന്ന കാരണത്താൽ മാത്രമാണ് അവരോട് പ്രതികാരം ചെയ്യപ്പെട്ടത് എന്ന് വിശുദ്ധ ഖുർആൻ പ്രഖ്യാപിക്കുന്നു. തീർച്ചയായും വർത്തമാന കാലഘട്ടത്തിൽ ഇസ്ലാം വെല്ലുവിളികൾക്ക് വിധേയമാവുന്നുവെങ്കിൽ, മുസ്ലിം സമൂഹം വേട്ടയാടപ്പെടുന്നുവെങ്കിൽ കേവലം കല്ലുകൾ കൊണ്ട് മാത്രം തങ്ങളുടെ ഭൂമി വീണ്ടെടുക്കാൻ വേണ്ടി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ധീരരായ യോദ്ധാക്കൾ ലോകവാർത്താ മാധ്യമങ്ങളിൽ
പോരാടുന്നവരും കലാപകാരികളും ഭീകരന്മാരുമായി ചിത്രീകരിക്കപ്പെടുന്നുവെങ്കിൽ അവർ ഇസ്ലാമിന്റെ കൂടെ നിന്നു, അല്ലെങ്കിൽ സത്യത്തിന്റെ കൂടെ നിന്നു, നീതിയുടെ കൂടെ നിന്നു എന്ന ഒരു തെറ്റ് മാത്രമാണ് ചെയ്തിരിക്കുന്നത് എന്ന് ഖുർആനിന്റെ ഈ വചനങ്ങൾ അനുസ്മരിക്കുമ്പോൾ നാം തീർച്ചയായും മനസ്സിലാക്കേണ്ടതാണ്. എന്തുകൊണ്ട് വർത്തമാന കാലഘട്ടത്തിലെ ഇസ്ലാമിന്റെ ചരിത്രം, ഇസ്ലാമിന്റെ അനുഭവങ്ങൾ നാം പരിശോധിക്കുകയാണ് എങ്കിൽ ഇസ്ലാമിക സമൂഹത്തിൽ നമുക്കൊരു ഭാഗത്ത് കാണാൻ സാധിക്കുന്നത് പ്രതിസന്ധിയുടെയും പ്രയാസത്തിൻ്റെതുമായ ഒരവസ്ഥയാണ് എങ്കിൽ മറുഭാഗത്ത് നമുക്ക് മുസ്ലിം സമൂഹത്തിൽ ഇന്ന് കാണാൻ സാധിക്കുന്നത് പ്രതീക്ഷയുടെയും പ്രത്യാശയുടെയും ചില കിരണങ്ങളാണ്. ഈ രണ്ട് വിരുദ്ധമായ അവസ്ഥകളിലൂടെയാണ് ആധുനിക മുസ്ലിം ലോകം ഇന്ന് സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത്. എന്തുകൊണ്ട് ലോകത്ത് ഇസ്ലാമല്ലാത്ത എണ്ണമറ്റ മതങ്ങൾ അവശേഷിച്ചിരിക്കെ, ഇസ്ലാമല്ലാത്ത എണ്ണമറ്റ മതസന്ദേശങ്ങൾ ഇന്ന് ലോകത്ത് നിലവിലുണ്ടായിരിക്കെ, ലോകത്തെ നിയന്ത്രിക്കുകയും ഭരിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന ശക്തികൾ തങ്ങളുടെ ആക്രമത്തിന്റെ കുന്തമുന ഇസ്ലാമിന് നേരെ മാത്രം തിരിച്ചുവിട്ടിരിക്കുന്നു എന്ന ഒരു പരിശോധന മുസ്ലിം സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം ഇന്ന് വളരെ പ്രസക്തമാണ്. ഈ അന്വേഷണം നടത്തുമ്പോഴാണ് ആധുനിക സമൂഹവും ആധുനിക നാഗരികതയും ഇന്നെത്തിപ്പെട്ടിരിക്കുന്ന അവസ്ഥകളെക്കുറിച്ചും അതിൻ്റെ ചരിത്രത്തെക്കുറിച്ചും നാം അനുസ്മരിക്കേണ്ടി വരുന്നത്. ആധുനിക നാഗരികത എന്ന് പറയുന്നത് പാശ്ചാത്യ നാഗരികതയാണ്. ലോകത്തെ ഒന്നടങ്കം തന്നെ തങ്ങളുടെ കൈകളിൽ കൊണ്ടുവരാൻ വേണ്ടി പരിശ്രമിച്ചു കൊണ്ടിരിക്കുന്ന, അങ്ങനെ ആഗോളവൽക്കരണത്തിന്റെയും പാശ്ചാത്യവൽക്കരണത്തിന്റെയും ലേബലുകൾ ഉപയോഗിച്ചുകൊണ്ട് ലോകത്തെങ്ങുമുള്ള മനുഷ്യ സമൂഹത്തെ തങ്ങളുടെ വരുതിയിൽ കൊണ്ടുവരാൻ വേണ്ടി പരിശ്രമിച്ചു കൊണ്ടിരിക്കുന്ന പടിഞ്ഞാറൻ ശക്തികളും അത് പാശ്ചാത്യ ശക്തികളും അവരെ പിന്തുണച്ചു കൊണ്ടിരിക്കുന്ന ശക്തികളും ഇന്നൊരുപോലെ ഇസ്ലാമിനെ ഭീഷണിയായി കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഭീഷണിയായി കണ്ടുകൊണ്ടിരിക്കുന്നു എന്ന് മാത്രമല്ല, ആധുനിക കാലഘട്ടത്തിലെ വളരെ പ്രഗത്ഭരായ പാശ്ചാത്യ ബുദ്ധിജീവികൾ പ്രഖ്യാപിച്ച ചില പ്രഖ്യാപനങ്ങൾ നാം ഈ സന്ദർഭത്തിൽ ഓർമ്മിക്കേണ്ടതാണ്. ഇസ്ലാം ഈസ് നത്തിങ് ബട്ട് ട്രബിൾ. ഇസ്ലാം എന്ന് പറഞ്ഞാൽ അതൊന്നുമല്ല, പക്ഷേ അതൊരു പ്രശ്നമാണ്, ലോകത്ത് പ്രശ്നം സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് എന്ന് പാശ്ചാത്യ ബുദ്ധിജീവികൾ ചിലർ ഈ അടുത്ത കാലത്ത് അഭിപ്രായപ്പെടുകയുണ്ടായി. ന്യൂയോർക്കിൽ നിന്നും പ്രസിദ്ധീകരിക്കുന്ന ന്യൂയോർക്ക് ടൈംസിൽ അടുത്ത കാലത്ത് പ്രസിദ്ധീകൃതമായ ഒരു ലേഖനത്തിന്റെ തലക്കെട്ട് കണ്ട് തന്നെ പോപ്പിന്റെ ഭീഷണി അവസാനിച്ചിരിക്കുന്നു, പക്ഷേ ഇസ്ലാം ഇതാ ഇവിടെ എന്നായിരുന്നു. എന്ന് പറഞ്ഞാൽ ഇസ്ലാം നമ്മുടെ മുമ്പിൽ ഒരു ഭീഷണിയായി നിലനിൽക്കുന്നു, ലോകത്തുള്ള എല്ലാ ഭീഷണികളും അവസാനിച്ചിരിക്കുന്നു എന്നാണ് ഇന്ന് ഈ ലോകത്തെ നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്ന ശക്തികളെന്ന് അവകാശപ്പെടുന്ന രാജ്യത്തിന്റെ പത്രകോളങ്ങളിലൂടെ പുറത്തു വന്നുകൊണ്ടിരിക്കുന്ന വാർത്തകൾ. ഈ സന്ദർഭത്തിൽ ഞാൻ ആധുനിക കാലഘട്ടത്തെയും ആധുനിക കാലഘട്ടത്തിലെ മതങ്ങളെയും നിരൂപണം ചെയ്തുകൊണ്ട് ഇസ്ലാമിനെതിരെ അങ്ങേയറ്റം പ്രകോപനകരമായ പ്രസ്താവനകൾ ഇറക്കിയ അമേരിക്കയിലെ ഒരു പ്രസിദ്ധനായ വ്യക്തിയുടെ ചില ഉദ്ധരണികൾ ഓർത്തുപോവുകയാണ്. സാമുവൽ പി ഹണ്ടിങ്ടൺ എന്ന് പറയുന്ന അമേരിക്കയിലെ ഹാർഡ്വേർഡ് യൂണിവേഴ്സിറ്റിയിലെ പ്രൊഫസറായ ഒരു വ്യക്തി അടുത്ത കാലത്ത് എഴുതിയ ദി ക്ലാഷസ് ഓഫ് സിവിലൈസേഷൻ ആൻഡ് ദി റീമേക്കിംഗ് ഓഫ് ന്യൂ വേൾഡ് ഓർഡർ എന്ന പുസ്തകത്തിൽ ഇസ്ലാമിനെ, വർത്തമാന കാലഘട്ടത്തിലെ ഇസ്ലാമിനെ നിരൂപണം ചെയ്തുകൊണ്ട് അദ്ദേഹം പ്രസ്താവിക്കുകയാണ്. ഇസ്ലാമായും പടിഞ്ഞാറായും നിലനിൽക്കുന്ന കാലത്തോളം വ്യത്യസ്തമായ ഈ രണ്ട് നാഗരികതകളും ഇവയുടെ അടിസ്ഥാനത്തിലുള്ള ജീവിത രീതികളും തമ്മിലുള്ള സംഘട്ടനം തുടരുക തന്നെ ചെയ്യും. എന്നിട്ടും അദ്ദേഹം അവസാനിക്കുന്നില്ല. ഇസ്ലാമിക തീവ്രവാദം പടിഞ്ഞാറിന് പ്രശ്നമേ അല്ല, എന്നാൽ ഇപ്പോൾ പ്രശ്നം വ്യതിരിക്ത നാഗരികതയായ ഇസ്ലാമാണ്. അതിൻ്റെ വക്താക്കൾക്ക് അവരുടെ സംസ്കാരത്തിന്റെ ശ്രേഷ്ഠത ലോകത്തെ ബോധ്യപ്പെടുത്താൻ സാധിക്കുന്നുണ്ട് എന്നുകൂടി അദ്ദേഹം പ്രസ്താവിക്കുകയാണ്. ഇസ്ലാമിന് ലോകത്തെ ഏതോ അർത്ഥത്തിൽ ഇതര മതങ്ങളിൽ നിന്നും ഭിന്നമായി തങ്ങളുടെ സംസ്കാരത്തിന്റെയും തങ്ങളുടെ നാഗരികതയുടെയും സാധുത ലോകത്തെ ഭരിക്കാനും നിയന്ത്രിക്കാനുമുള്ള അതിൻ്റെ കരുത്തും അതിൻ്റെ കഴിവും പ്രകടിപ്പിക്കാൻ സാധിക്കുന്നു എന്നും അതുകൊണ്ട് ഇസ്ലാമിനെ നാം ഭയപ്പെടേണ്ടിയിരിക്കുന്നു എന്നുമാണ് സാമുവൽ പി ഹണ്ടിങ്ടൺ അദ്ദേഹത്തിന്റെ അങ്ങേയറ്റം പ്രകോപനപരമായ ഒരു പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നത്. ഈ പുസ്തകം രചിക്കപ്പെട്ട പശ്ചാത്തലം കൂടി ഈ സദസ്സ് അനുസ്മരിക്കേണ്ടതാണ്. അമേരിക്കൻ സാമ്രാജ്യത്വവും സോവിയറ്റ് സാമ്രാജ്യത്വവും തമ്മിലുള്ള രണ്ടാം ലോകമഹായുദ്ധാനന്തരമുള്ള ശീതകാല യുദ്ധം, രണ്ടാം ലോകമഹായുദ്ധാനന്തരം ആരംഭിച്ച ശീതസമരം
ഗോർബച്ചേവിന്റെ പെരിസ്ട്രോയിക്കയിലൂടെ തകരുകയും അങ്ങനെ സോവിയറ്റ് സാമ്രാജ്യത്വ ശക്തി ലോകത്തു നിന്ന് തിരോഭവിക്കുകയും ചെയ്ത ഒരു പശ്ചാത്തലത്തിൽ അമേരിക്കയിൽ തന്നെ മറ്റൊരു വ്യക്തിയായ ഫ്രാൻസിസ് ഫുക്കുയാമ ദി എൻഡ് ഓഫ് ഹിസ്റ്ററി എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ഗ്രന്ഥം രചിക്കുകയുണ്ടായി. ചരിത്രം അവസാനിച്ചിരിക്കുന്നു. അമേരിക്കയെയും പടിഞ്ഞാറിനെയും വെല്ലാൻ രണ്ടാം ലോകമഹായുദ്ധത്തിന് ശേഷം ഒരേ ഒരു ശക്തി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അത് സോഷ്യലിസ്റ്റ് ചേരിയായിരുന്നു, അഥവാ കമ്മ്യൂണിസ്റ്റ് രാഷ്ട്രങ്ങളായിരുന്നു. ഈ കമ്മ്യൂണിസ്റ്റ് രാഷ്ട്രങ്ങൾ ഒന്നടങ്കം തന്നെ തകരുകയും കമ്മ്യൂണിസ്റ്റ് രാഷ്ട്രങ്ങളിലുള്ള ബഹുജനങ്ങളും ഭരണാധികാരികളും ഒരുപോലെ തന്നെ മുതലാളിത്തത്തിന്റെ പാതയിലേക്ക് സഞ്ചരിക്കുകയും ചെയ്ത പശ്ചാത്തലത്തിലാണ് ഫ്രാൻസിസ് ഫുക്കുയാമ ദി എൻഡ് ഓഫ് ഹിസ്റ്ററി, ഇതാ മുതലാളിത്തത്തിന്റെയും പടിഞ്ഞാറിന്റെയും വിജയത്തോടുകൂടി ചരിത്രം അവസാനിച്ചിരിക്കുന്നു, തങ്ങൾ ഉൾക്കൊള്ളുന്ന അമേരിക്കൻ സാമ്രാജ്യത്വത്തിന്റെ പാശ്ചാത്യ നാഗരികതയുടെ വിജയത്തോടുകൂടി എന്നായിരുന്നു ഫ്രാൻസിസ് ഫുക്കുയാമ പ്രഖ്യാപിച്ചത്. ഈ പ്രഖ്യാപനത്തെ തിരുത്തിക്കൊണ്ടാണ് ചരിത്രം അവസാനിച്ചിട്ടില്ല എന്നും, മറിച്ച് അമേരിക്കൻ സാമ്രാജ്യത്വവും പടിഞ്ഞാറൻ ശക്തികളും വിജയിച്ചുവെങ്കിലും നമുക്ക് ഭയപ്പെടാൻ ലോകത്തൊരു ശക്തിയുണ്ട് എന്നും അത് ഇസ്ലാമാണ് എന്നും പറഞ്ഞുകൊണ്ട് അങ്ങേയറ്റം പ്രകോപനകരമായ ഒരു ഗ്രന്ഥം സാമുവൽ പി ഹണ്ടിങ്ടൺ രചിക്കുന്നത്. ഈ ഗ്രന്ഥത്തിലുടനീളം തന്നെ ആധുനിക കാലഘട്ടത്തിൽ അരങ്ങേറാൻ സാധ്യതയുള്ള ഇസ്ലാമും പാശ്ചാത്യ നാഗരികതയും തമ്മിലുള്ള സംഘട്ടനത്തെക്കുറിച്ചാണ് അദ്ദേഹം ദീർഘദർശനം ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ വർത്തമാന കാലഘട്ടത്തിൽ ഇസ്ലാമിന്റെ ഉയർത്തെഴുന്നേൽപ്പിനെ തടയാൻ ആസൂത്രിതമായ നീക്കങ്ങൾ നടത്താൻ അമേരിക്കക്കും പടിഞ്ഞാറൻ ശക്തികൾക്കും അദ്ദേഹം ഒരു പ്രചോദകമായി മാറുകയാണ്. ഈ ഗ്രന്ഥത്തിലൂടെ ഇസ്ലാമും പാശ്ചാത്യ നാഗരികതയും തമ്മിലുള്ള സംഘട്ടനം അതിന്റെ എല്ലാവിധ തീവ്രതയോടുകൂടിയും നാം ഇന്ന് അനുഭവിക്കുന്നു. എന്തുകൊണ്ട് നാം ചിന്തിക്കേണ്ടതാണ്. ലോകത്ത് ഇസ്ലാമല്ലാത്ത പല മതങ്ങളും ഉണ്ടായിരുന്നു. ലോകത്തെ ഒന്നടങ്കം തന്നെ അടക്കി ഭരിച്ച, എന്നും ലോകത്തുള്ള മഹാഭൂരിഭാഗം ജനസമൂഹത്തിന്റെ വിശ്വാസ പ്രമാണമാണ് എന്ന് വിശ്വസിക്കപ്പെടുന്ന ക്രൈസ്തവ മതം ഇന്ന് ലോകത്ത് നിലനിൽക്കുന്നുണ്ട്. ലോകത്തുള്ള വളരെ വളരെ വലിയ ജനസംഖ്യ കൊണ്ട് ശ്രദ്ധേയമായ നമ്മുടെ രാജ്യമായ ഇന്ത്യയിൽ അവശേഷിക്കുന്ന ഹൈന്ദവ മതം ഇവിടെ നിലനിൽക്കുന്നു എന്ന് മാത്രമല്ല, ഹൈന്ദവ ഫാഷിസം എന്ന് ഇന്ത്യ മഹാരാജ്യത്തെ അധികാരം പോലും പിടിച്ചടക്കുകയും എന്നിട്ട് യാതൊരുവിധ മനസ്സാക്ഷി കുത്തുമില്ലാതെ ഇന്ത്യൻ ജനതയുടെ ഹൃദയങ്ങളിലൂടെ അത് തേരോട്ടം നടത്തുകയും ചെയ്യുന്നുണ്ട്. ജൂത മതത്തിന്റെയും ജൂതവംശീയതയുടെയും പേരിൽ ഇസ്രായേൽ എന്ന് പറയുന്ന രാഷ്ട്രം ഇവിടെ മനുഷ്യത്വ വിരുദ്ധമായ ലോക ചരിത്രത്തിൽ തുല്യതയില്ലാത്ത ഹിറ്റ്ലറെയും അതുപോലെയുള്ള ഭീകരന്മാരെയും ഒക്കെ നാണിപ്പിക്കുന്ന സ്വഭാവത്തിൽ ലോകത്താകമാനം തന്നെ ആക്രമണങ്ങൾ അഴിച്ചുവിട്ടുകൊണ്ട് മുന്നോട്ട് പോകുന്നുണ്ട്. പക്ഷേ പാശ്ചാത്യ നാഗരികതകൾക്ക്, പടിഞ്ഞാറൻ ശക്തികൾക്ക് ഇതൊന്നും ഒരു പ്രശ്നമേയല്ല. ഇന്ത്യയിൽ ഉയർന്നു വന്നിരിക്കുന്ന ഹൈന്ദവ ഫാഷിസത്തെ അവർ ഭയപ്പെടുന്നില്ല. ലോകത്തിന്റെ മഹാഭൂരിഭാഗം നാടുകളിലും നിലനിൽക്കുന്ന ക്രൈസ്തവ മതവിശ്വാസത്തെ അവർ ഭയപ്പെടുന്നേയില്ല. ജൂത വംശീയതയെ അവർ ഭയപ്പെടുന്നില്ല എന്ന് മാത്രമല്ല, അവർ പാലും തേനും നൽകിക്കൊണ്ട് അതിനെ വളർത്തുകയും ചെയ്യുന്നു. എന്നാൽ ഇസ്ലാമിനോട് മാത്രം മറ്റൊരു സമീപനം സ്വീകരിച്ചു കൊണ്ടിരിക്കുന്നു. എന്തുകൊണ്ട് നാം ആലോചിക്കേണ്ടതാണ്. അങ്ങനെ ആലോചിക്കുമ്പോഴാണ് പാശ്ചാത്യ നാഗരികതയുടെ അതിപുരാതനമായ ചരിത്രത്തിലേക്ക് നാം സഞ്ചരിക്കേണ്ടി വരുന്നത്. പാശ്ചാത്യ നാഗരികതയുടെ ചരിത്രം എന്ന് പറഞ്ഞാൽ അത് ഭൗതികവാദത്തിന്റെ ചരിത്രമാണ്. ലോകത്തെ മതവിശ്വാസത്തെയും യുക്തിക്ക് വിരുദ്ധമായ ആശയങ്ങളെയും സിദ്ധാന്തങ്ങളെയും അവഗണിക്കുകയും സുഖലോലുപതയിലും ആഡംബരത്തിലും അധിഷ്ഠിതമായ ജീവിതശീലങ്ങളെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്ത ഗ്രീക്ക് റോമൻ സംസ്കാരത്തിന്റെ പിന്തുടർച്ചക്കാരാണ് യഥാർത്ഥത്തിൽ ഇന്നത്തെ ആധുനിക പാശ്ചാത്യ സമൂഹം. ഗ്രീക്കിന്റെയും റോമിന്റെയും ചരിത്രം നാം എടുത്ത് പരിശോധിക്കുമ്പോൾ പുരാതനമായ ഗ്രീക്ക് റോമ സാമ്രാജ്യങ്ങൾ ലോകത്ത് സുഖലോലുപതിയിൽ അധിഷ്ഠിതമായ ഒരു സമൂഹത്തെ വളർത്തിയെടുക്കാൻ വേണ്ടിയായിരുന്നു പരിശ്രമിച്ചത് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. മനുഷ്യത്വത്തിന്റെ കൂടെ പ്രവാചകന്മാർ നിലയുറപ്പിച്ചപ്പോൾ ഇബ്രാഹിം അലൈഹിസ്സലാമിനെ പോലെയുള്ള, ഈസ അലൈഹിസ്സലാമിനെ പോലെയുള്ള, മൂസ അലൈഹിസ്സലാമിനെ പോലെയുള്ള പ്രവാചകന്മാർ തങ്ങളുടെ കാലഘട്ടങ്ങളിൽ, പുരാതനമായ കാലഘട്ടങ്ങളിൽ തന്നെ ഇസ്ലാമിന്റെ കൂടെ നിന്നുകൊണ്ട് ഇസ്ലാമിക സംസ്കാരത്തെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് മനുഷ്യത്വത്തിന്റെ കൂടെ നിലയുറപ്പിക്കുകയും സ്നേഹത്തിലും ദയയിലും അധിഷ്ഠിതമായ ഭൗതിക സുഖ സൗകര്യങ്ങൾക്ക് പ്രാമുഖ്യം കൽപ്പിക്കുകയും
ജീവിക്കുന്നതിന് പകരം ഈ ലോകത്തിനേക്കാൾ പരലോകത്തിന് പ്രാധാന്യം കൊടുത്ത ഒരു ഇസ്ലാമിക വിശ്വാസ പ്രമാണവുമായി ചരിത്രത്തിൽ പ്രത്യക്ഷപ്പെട്ട സന്ദർഭങ്ങളിലെല്ലാം തന്നെ ഗ്രീക്ക് റോമ സാമ്രാജ്യങ്ങൾ ഭൗതിക പുരോഗതിക്കും ഭൗതികതക്കും സുഖലോലുപതക്കും പ്രാമുഖ്യം കൊടുത്ത ഒരു ജീവിത വീക്ഷണത്തെയായിരുന്നു ലോകത്ത് വളർത്തിയത്. തീർച്ചയായും ക്രൈസ്തവ സമൂഹത്തിന്റെ ചരിത്രം പരിശോധിക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത് മഹാനായ ഈസാ അലൈഹിസ്സലാമിന് അതിശക്തമായ രൂപത്തിൽ പോരാടേണ്ടി വന്നത് ഗ്രീക്ക് റോമൻ നാഗരികതകൾ ആ കാലഘട്ടങ്ങളിലെ മനുഷ്യ സമൂഹത്തിൽ ഉതിർത്തുവിട്ട ഭൗതിക സംസ്കാരത്തിനെതിരെയായിരുന്നു എന്ന് ചരിത്രം പരിശോധിക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും. മൂസ അലൈഹിസ്സലാമും അതുപോലെ തന്നെ ഈസാ അലൈഹിസ്സലാമും എല്ലാം ഇസ്ലാമിന്റെ പ്രവാചകന്മാരായിരുന്നു. ഈ പ്രവാചകന്മാർ അതത് കാലഘട്ടങ്ങളിലെ മനുഷ്യത്വ വിരുദ്ധമായ മുഴുവൻ സംസ്കാരങ്ങൾക്കുമെതിരെ ശബ്ദിക്കുകയുണ്ടായി. അതുകൊണ്ട് തന്നെ ഗ്രീക്ക് റോമൻ സംസ്കാരത്തിന് ഈസാ അലൈഹിസ്സലാമിന്റെയും മൂസ അലൈഹിസ്സലാമിന്റെയും സന്ദേശങ്ങൾ ഒരു പ്രശ്നമായിരുന്നു. അവരതിനെ നേരിടാൻ മുന്നോട്ട് വരൂ. ആ മുന്നോട്ട് വന്ന അവർ ഇതിനെ നേരിട്ടത് എങ്ങനെയായിരുന്നു എന്ന് ചരിത്രം പരിശോധിക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നു. ഈസാ അലൈഹിസ്സലാം എന്ന് പറയുന്ന പ്രവാചകൻ മനുഷ്യ സമൂഹത്തിന്റെ കൂടെ നിന്നുകൊണ്ട് പൗരോഹിത്യത്തിനെതിരെ, ചൂഷണത്തിനെതിരെ, മർദ്ദനത്തിനെതിരെ ജനസമൂഹത്തെ അണിനിരത്തിയ പ്രവാചകൻ. ആ പ്രവാചകന്റെ മതത്തിലേക്ക് ഗ്രീക്ക് റോമൻ സംസ്കാരത്തിൽ നിന്നും പ്രചോദനം ഉൾക്കൊണ്ട ആളുകൾ നുഴഞ്ഞു കയറി. അങ്ങനെ ഈസാ അലൈഹിസ്സലാം മനുഷ്യ സമൂഹത്തിന് സമർപ്പിച്ച മഹത്തായ മതത്തെ ദുരുപയോഗം ചെയ്യാനും വികലമാക്കാനും അവർ പരിശ്രമിക്കുകയുണ്ടായി. ഇങ്ങനെ പരിശ്രമിച്ചതിന്റെ ഫലമായി എന്ത് സംഭവിച്ചു എന്ന് ചോദിച്ചാൽ, ഒരു കാലഘട്ടത്തിൽ മനുഷ്യ സമൂഹത്തിന്റെ വിമോചനത്തിന്റെ ശബ്ദമായിരുന്ന ക്രൈസ്തവ മതത്തിന് അതിന്റെ തനിമ നഷ്ടപ്പെട്ടു പോയി, അതിന്റെ യഥാർത്ഥ മുഖം നഷ്ടപ്പെടുകയുണ്ടായി. ക്രൈസ്തവ മതത്തിന് അതിന്റെ യഥാർത്ഥ മുഖം നഷ്ടപ്പെട്ട ചരിത്രഘട്ടത്തിലാണ് അറേബ്യയിൽ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇസ്ലാമിന്റെ വിശുദ്ധമായ സന്ദേശങ്ങളുമായി രംഗത്ത് വരുന്നത്. ക്രൈസ്തവ മതവിശ്വാസിയെ അല്ലായിരുന്ന, ക്രൈസ്തവ മതത്തിൽ യാതൊരു വിശ്വാസവും ഉണ്ടാവാതിരുന്ന കോൺസ്റ്റന്റൈൻ ചക്രവർത്തി അദ്ദേഹം AD 320 മെയ് 20 വിളിച്ചുകൂട്ടിയ വിശുദ്ധ പൗരസ്ത്യ സഭ യോഗം ചേർന്നുകൊണ്ട് ക്രൈസ്തവ മതത്തിൽ ആ മതത്തിലില്ലാത്ത ത്രിയേകത്വ വിശ്വാസങ്ങളും ആ മതത്തിലില്ലാത്ത പല സംസ്കാരങ്ങളും കൂട്ടിച്ചേർത്ത് ഒരു മഹത്തായ മതത്തെ വികലമാക്കുകയും വികൃതമാക്കുകയും ചെയ്തു. അങ്ങനെ പാശ്ചാത്യ നാഗരികതയുടെ പൂർവ്വരൂപമായ ഗ്രീക്ക് റോമൻ സാമ്രാജ്യങ്ങൾക്ക് മനുഷ്യത്വത്തിന്റെ കൂടെ നിലയുറപ്പിച്ച ഒരു മഹത്തായ മതത്തെ നശിപ്പിക്കാൻ സാധിച്ചു. പക്ഷേ ഒരു മഹത്തായ മതത്തെ നശിപ്പിക്കാൻ സാധിച്ചെങ്കിലും ആ മതത്തിന്റെ സന്ദേശങ്ങൾ ലോകാവസാനം വരെ നിലനിൽക്കേണ്ടതുണ്ട് എന്നത് അല്ലാഹുവിന്റെ തീരുമാനമായിരുന്നു. അള്ളാഹുവിന്റെ ഈ തീരുമാനപ്രകാരമാണ് പ്രവാചകൻ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമ 1400 വർഷങ്ങൾക്ക് മുമ്പ് അറേബ്യയിൽ രംഗത്ത് വരുന്നത്. അദ്ദേഹം ഈസാ അലൈഹിസ്സലാമും മൂസ അലൈഹിസ്സലാമും ലോകത്തിന് നൽകിയ മഹത്തായ സന്ദേശത്തെ അദ്ദേഹം ജനസമൂഹത്തിന് പകർന്നു കൊടുക്കുകയുണ്ടായി. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ലോകത്തിന് വിശുദ്ധമായ ഇത്തരം സന്ദേശങ്ങൾ പകർന്നു കൊടുത്തപ്പോൾ ഇന്നത്തെ പാശ്ചാത്യ നാഗരികതകളുടെ മുൻഗാമികളായ ഗ്രീക്ക് റോമൻ സാമ്രാജ്യങ്ങൾ ആ കാലഘട്ടത്തിൽ പ്രവാചകനെയും ഇസ്ലാമിനെയും നശിപ്പിക്കാൻ ഏതൊക്കെ അർത്ഥത്തിൽ പരിശ്രമിച്ചു എന്ന് ഏതൊരു ചരിത്ര വിദ്യാർത്ഥികൾക്കും വായിക്കാൻ സാധിക്കുന്ന കാര്യമാണ്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നൽകിയ ഈ മഹത്തായ സന്ദേശത്തെ ഇല്ലാതാക്കാനും നശിപ്പിക്കാനുമുള്ള ആസൂത്രിതമായ ബോധപൂർവമായ ശ്രമങ്ങൾ ചരിത്രത്തിൽ ആ കാലഘട്ടത്തിൽ തന്നെ ആരംഭിക്കുകയുണ്ടായി. പക്ഷേ ഈ ശ്രമങ്ങളെ എതിർത്തു തോൽപ്പിക്കാൻ, ഈ ശ്രമങ്ങളെ അതിജയിക്കാൻ ഇസ്ലാമിന് സാധിച്ചു. അങ്ങനെ ഇസ്ലാം ചരിത്രത്തിൽ അതിന്റെ സഞ്ചാരം തുടർന്നുകൊണ്ടേയിരുന്നു. ഇസ്ലാം മാത്രമാണ് ലോകത്ത് മതങ്ങളുടെ കൂട്ടത്തിൽ അതിന്റെ വ്യതിരിക്തമായ അസ്തിത്വം, അതിന്റെ വ്യത്യസ്തമായ തനിമ നിലനിർത്തുന്നത് എന്ന് മനസ്സിലാക്കിയ പാശ്ചാത്യ ശക്തികൾ പിൽക്കാലത്ത്, അഥവാ റോമിന്റെയും ഗ്രീക്കിന്റെയും പിൻഗാമികൾ പിൽക്കാലത്ത് മുസ്ലിം നാടുകളെ നശിപ്പിക്കാൻ ചെയ്തത് മുസ്ലിം നാടുകളെ ഒന്നടങ്കം തന്നെ കോളനികളാക്കി മാറ്റാനുള്ള ശ്രമമായിരുന്നു നടത്തിയത്. കഴിഞ്ഞ നൂറ്റാണ്ടിൽ 19-ാം നൂറ്റാണ്ടായപ്പോഴേക്കും മുസ്ലിം നാടുകൾ ഒന്നടങ്കം തന്നെ ഇറ്റലിയുടെയും ബ്രിട്ടന്റെയും റഷ്യയുടെയും നെതർലാൻഡിന്റെയും ഒക്കെ കോളനികളായി മാറുകയുണ്ടായി. ഈ കോളനി കാലഘട്ടത്തിൽ മുസ്ലിം നാടുകളിലുള്ള ജനസമൂഹത്തെ മതേതരവൽക്കരിക്കാനും മതത്തിന്റെ യഥാർത്ഥമായ സന്ദേശത്തിൽ നിന്ന് അടർത്തിയെടുക്കാനുമുള്ള ശ്രമമായിരുന്നു ലോകത്ത് യഥാർത്ഥത്തിൽ അരങ്ങേറിയത്.
ക്രൈസ്തവ മതത്തെ അതിൻ്റെ യഥാർത്ഥ സന്ദേശത്തിൽ നിന്നും അടർത്തി മാറ്റിയതുപോലെ ജൂതമതത്തെ അതിൻ്റെ യഥാർത്ഥ തനിമയിൽ നിന്നും അതിൻ്റെ യഥാർത്ഥ തനിമ നശിപ്പിച്ചതുപോലെ ഇസ്ലാമിനെയും അതിൻ്റെ യഥാർത്ഥ സ്വഭാവത്തിൽ നിന്നും നശിപ്പിക്കാനുള്ള ആസൂത്രിതവും ബോധപൂർവവുമായ ശ്രമം കഴിഞ്ഞ നൂറ്റാണ്ടിൽ അരങ്ങേറുകയുണ്ടായി. ഈ ശ്രമമായിരുന്നു സീസർക്കുള്ളത് സീസർക്കും അതുപോലെ തന്നെ പോപ്പിനുള്ളത് പോപ്പിനും എന്ന ഒരു മുദ്രാവാക്യത്തിന്റെ രൂപത്തിൽ മുസ്ലിം നാടുകളിൽ എത്തിപ്പെട്ടത്. നമുക്കറിയാം, കഴിഞ്ഞ നൂറ്റാണ്ടിൽ ലോകത്ത് ഏറ്റവും കൂടുതൽ ശ്രദ്ധേയമായി മുടക്കപ്പെട്ട ഒരു മുദ്രാവാക്യമായിരുന്നു ഈ മുദ്രാവാക്യം. സീസർക്കുള്ളത് സീസർക്കും പോപ്പിനുള്ളത് പോപ്പിനും. ഈ മുദ്രാവാക്യം ഒരു കാലഘട്ടത്തിൽ ഉയർത്തപ്പെട്ടത് ക്രൈസ്തവ മതപൗരോഹിത്യത്തെ നിയന്ത്രിക്കാൻ വേണ്ടിയായിരുന്നു. ക്രൈസ്തവ മതപുരോഹിതന്മാർ രാജകാര്യങ്ങളിൽ ഇടപെട്ടുകൊണ്ട്, രാഷ്ട്രീയ കാര്യങ്ങളിൽ ഇടപെട്ടുകൊണ്ട് അവര് പല വിഷയങ്ങളും കൈയാളിയപ്പോൾ ക്രൈസ്തവ മതപുരോഹിതന്മാരെ നിയന്ത്രിക്കാൻ വേണ്ടി ആ കാലഘട്ടത്തിലെ രാജാക്കന്മാർ ഉണ്ടാക്കിയ ഒരു മുദ്രാവാക്യമായിരുന്നു ഈ മുദ്രാവാക്യം. ഈ മുദ്രാവാക്യം പക്ഷേ ക്രൈസ്തവ സമൂഹം എളുപ്പം ഈ മുദ്രാവാക്യത്തെ ഏറ്റുവാങ്ങുകയുണ്ടായി. ഒരു കാലഘട്ടത്തിൽ ചരിത്രത്തിൽ ക്രൈസ്തവ മതപുരോഹിതന്മാർ ഒരു ഭാഗത്തും മറുഭാഗത്ത് ക്രൈസ്തവ രാജാക്കന്മാരും അണിനിർന്നുകൊണ്ടുള്ള ഒരു സംഘടന അരങ്ങേറിയെങ്കിലും സീസർക്കുള്ളത് സീസർക്കും പോപ്പിനുള്ളത് പോപ്പിനുമെന്നുമുള്ള മുദ്രാവാക്യം ഉയർത്തപ്പെട്ടതിന് ശേഷം നമുക്ക് ചരിത്രത്തിൽ കാണാൻ സാധിക്കുന്നത് ക്രൈസ്തവ ലോകം ഒന്നടങ്കം തന്നെ ഈ മുദ്രാവാക്യം ഏറ്റുവാങ്ങിയ കാഴ്ചയാണ്. ഈ മുദ്രാവാക്യം ക്രൈസ്തവ ലോകം ഏറ്റുവാങ്ങിയപ്പോൾ എന്ത് സംഭവിച്ചു എന്ന് ചോദിച്ചാൽ, ക്രൈസ്തവ സമൂഹത്തെ അതിന്റെ തനിമയിൽ നിന്നും എല്ലാ അർത്ഥത്തിലും അടർത്തി മാറ്റിയെടുക്കാൻ പാശ്ചാത്യ ശക്തികൾക്ക് സാധിച്ചു. ഇതേപോലെ ഇസ്ലാമിനെയും നശിപ്പിക്കാൻ, അങ്ങനെ ഇസ്ലാമിക സംസ്കാരത്തെ അതിന്റെ തനിമയിൽ നിന്നും ഇല്ലാതാക്കാനുള്ള ശ്രമം മുസ്ലിം നാടുകളിലും കോളനി യുഗത്തിൽ അരങ്ങേറുകയുണ്ടായി. ദീൻ അള്ളാഹുവിന് അവകാശപ്പെട്ടതാണ്, പക്ഷേ രാജ്യം മുഴുവൻ ബഹുജനങ്ങൾക്കും അവകാശപ്പെട്ടതാണ് എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് മുസ്ലിം സമൂഹത്തിലെ ചില ആളുകളും ഈ മുദ്രാവാക്യം ഏറ്റെടുക്കുകയുണ്ടായി. ഈ മുദ്രാവാക്യം യഥാർത്ഥത്തിൽ ലോകത്ത് പ്രചരിപ്പിച്ചത് പാശ്ചാത്യരായിരുന്നു. ഈ മുദ്രാവാക്യം പ്രചരിപ്പിച്ചതിന്റെ യഥാർത്ഥമായ ഉദ്ദേശം മതമെന്ന നിലയ്ക്ക്, അഥവാ മനുഷ്യ സമൂഹത്തിന് ഇടയിൽ എന്നും സ്വന്തം അർത്ഥത്തിൽ നിലനിൽക്കാനുള്ള ഇസ്ലാമിന്റെ കരുത്തിനെ, ഇസ്ലാമിന്റെ സവിശേഷതയെ തടയുക എന്നതായിരുന്നു ഈ മുദ്രാവാക്യം മുസ്ലിം നാടുകളിൽ പ്രചരിപ്പിച്ചതിന്റെ യഥാർത്ഥമായ ഉദ്ദേശം. പക്ഷേ മുസ്ലിം നാടുകളിലെ ഈ മുദ്രാവാക്യം ഉയർത്തപ്പെട്ടപ്പോൾ മുസ്ലിം നാടുകളിലെ ബുദ്ധിജീവികളും അഭ്യസ്ത വിദ്യയുള്ള ആളുകളും ചിന്തകന്മാരുമൊക്കെ ഒരു പരിധിവരെ ഈ മുദ്രാവാക്യത്തെ ഏറ്റെടുത്ത അങ്ങേയറ്റം ദയനീയമായ കാഴ്ചയാണ് കഴിഞ്ഞ നൂറ്റാണ്ടിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. നമ്മുടെ ഇന്ത്യ മഹാരാജ്യത്ത് സൂര്യനസ്തമിക്കാത്ത സാമ്രാജ്യത്തിന്റെ അധിപന്മാരെന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ബ്രിട്ടൻ, ആ ബ്രിട്ടന്റെ ഏജന്റുമാർ ഇത്തരമൊരു മുദ്രാവാക്യവുമായി രംഗത്തിറങ്ങിയപ്പോൾ നമ്മുടെ ഇന്ത്യ മഹാരാജ്യത്തുള്ള മുസ്ലിം ബുദ്ധിജീവികളും ചിന്തകന്മാരുമൊക്കെ ബ്രിട്ടീഷുകാരുടെ കൂടെ നിന്നുകൊണ്ട് ഇസ്ലാമിനെ പാശ്ചാത്യവൽക്കരിക്കാനുള്ള ശ്രമം നടത്തുകയുണ്ടായി. ഇത് ഇന്ത്യ രാജ്യത്ത് മാത്രം സംഭവിച്ചതല്ല. ലോകത്തിന്റെ നാനാഭാഗങ്ങളിൽ ഇങ്ങനെയുള്ളൊരു മുദ്രാവാക്യം വ്യാപിച്ചപ്പോൾ ശരിയാണ് എന്ന് പറഞ്ഞുകൊണ്ട് മുസ്ലിം ബഹുജനങ്ങളും മുസ്ലിം ജനസാമാന്യവും ശരിയാണ് എന്ന് സമ്മതിച്ചുകൊണ്ട് രാജ്യം മറ്റുള്ളവർക്ക് വിട്ടുകൊടുത്തുകൊണ്ട് കേവലം ഈ മതത്തെ ആരാധനകളിലും അനുഷ്ഠാനങ്ങളിലും മാത്രം തളച്ചിട്ടാൽ മതി എന്ന ചിന്തിക്കാൻ മുന്നോട്ട് വരികയുണ്ടായി. ചിന്തിച്ചു എന്ന് മാത്രമല്ല, 1400 വർഷങ്ങൾക്ക് മുമ്പ് പ്രവാചകൻ അവതീർണമായ വിശുദ്ധ ഖുർആനിന്റെ അധ്യാപനങ്ങൾക്കും വിശുദ്ധ ഖുർആനിന്റെ വചനങ്ങൾക്കും ഈ കാലഘട്ടത്തിൽ അതിവേഗതയിൽ പുരോഗമിച്ചു കൊണ്ടിരിക്കുന്ന ഇത്തരമൊരു കാലഘട്ടത്തിൽ പ്രസക്തിയില്ല എന്നും, അതുകൊണ്ട് തന്നെ പ്രവാചക വചനങ്ങളെയും വിശുദ്ധ ഖുർആനിന്റെ സാമൂഹിക രാഷ്ട്രീയ നിയമങ്ങളെയും ഒക്കെ മാറ്റിയെഴുതണമെന്നുമൊക്കെ മുസ്ലിം ജനസാമാന്യവും മുസ്ലിം ബുദ്ധിജീവികളുമൊക്കെ കഴിഞ്ഞ 19ാം നൂറ്റാണ്ടിന്റെ അവസാനത്തിലും ആരംഭത്തിലുമൊക്കെ ഇങ്ങനെയുള്ള ഒരു വീക്ഷണം വെച്ചു പുലർത്തുകയുണ്ടായി. ഈ ഘട്ടത്തിൽ മുസ്ലിം നാടുകളിൽ അരങ്ങേറിയ ഏറ്റവും പ്രധാനപ്പെട്ട വാക്യം വെസ്റ്റേണൈസേഷൻ ഓഫ് ഇസ്ലാം, ഇസ്ലാമിന്റെ പാശ്ചാത്യവൽക്കരണം എന്നതായിരുന്നു. പാശ്ചാത്യ ശക്തികൾ, ബ്രിട്ടനും നെതർലാൻഡും ഇറ്റലിയും റഷ്യയും അതുപോലെയുള്ള സാമ്രാജ്യത്വ ശക്തികൾ മുസ്ലിം നാടുകളെ ഒന്നടങ്കം കോളനികളാക്കിയിരിക്കുന്ന ഈ പശ്ചാത്തലത്തിൽ ഈ കോളനി ശക്തികളുടെ ആജ്ഞാനുവർത്തികളായി മാറിക്കൊണ്ട് അവർ തങ്ങൾക്ക് പകർന്നു നൽകുന്ന സംസ്കാരത്തെ സ്വീകരിച്ചുകൊണ്ട്
ഇസ്ലാമിനെ പാശ്ചാത്യവൽക്കരിക്കണമെന്നും അതുപോലെ തന്നെ മോഡേണൈസേഷൻ ഓഫ് ഇസ്ലാം, ഇസ്ലാമിനെ ആധുനികവൽക്കരിക്കണമെന്നുമൊക്കെ ലോകത്തിന്റെ പല ഭാഗങ്ങളിലുമുള്ള മുസ്ലിം ബുദ്ധിജീവികളും പണ്ഡിതന്മാരും അഭിപ്രായപ്പെടുകയുണ്ടായി. ഇന്ത്യ മഹാരാജ്യത്ത് സർ സയ്യിദ് അഹമ്മദ് ഖാനെ പോലെയുള്ള ആളുകൾ ഇംഗ്ലീഷ് വൽക്കരണത്തിന് വേണ്ടി മുന്നോട്ട് വന്നപ്പോൾ ബ്രിട്ടൻ മുന്നോട്ട് വെക്കുന്ന അജണ്ടയെ അദ്ദേഹം അറിയാതെ പിൻപറ്റുകയായിരുന്നു. ഇത് ഇന്ത്യ രാജ്യത്തിന്റെ മാത്രം കഥയായിരുന്നില്ല. ലോകത്തിന്റെ നാനാഭാഗങ്ങളിൽ ഇങ്ങനെയുള്ളൊരവസ്ഥയുണ്ടായി. ഈ അവസ്ഥ വിജയിച്ചിരുന്നുവെങ്കിൽ, അഥവാ ഇസ്ലാമിനെ പാശ്ചാത്യവൽക്കരിക്കാനുള്ള, ഇസ്ലാമിനെ ആധുനികവൽക്കരിക്കാനുള്ള ഈ ശ്രമം വിജയിച്ചിരുന്നുവെങ്കിൽ തീർച്ചയായും ഇസ്ലാമിന്റെ ഭാവി, ഇസ്ലാമിന്റെ വർത്തമാനം ഇരുളറിഞ്ഞതായി മാറുമായിരുന്നു. പക്ഷേ ഇസ്ലാമിനെ പാശ്ചാത്യവൽക്കരിക്കാനും ആധുനികവൽക്കരിക്കാനുമുള്ള ശ്രമം അരങ്ങേറിയ ഈ ചരിത്രഘട്ടത്തിലാണ് അള്ളാഹുവിന്റെ തീരുമാനപ്രകാരം ലോകത്തിന്റെ പല ഭാഗങ്ങളിലും ആധുനികരായ മുജദ്ദിദുകളും ഇസ്ലാമിക പണ്ഡിതന്മാരും രംഗത്ത് വന്നത്. ആധുനിക ഇസ്ലാമിക പ്രസ്ഥാനങ്ങൾക്ക് രൂപം നൽകിക്കൊണ്ട് ഈജിപ്തിൽ ഷഹീദ് ബന്നയും ഇന്ത്യ മഹാരാജ്യത്ത്, ഇന്ത്യ ഉപഭൂഖണ്ഡത്തിൽ സയ്യിദ് മൗദൂദിയും അവരുടെ രചനകളിൽ നിന്നും അവരുടെ വക്കുകളിൽ നിന്നും പ്രചോദനം ഉൾക്കൊണ്ട് എണ്ണമറ്റ ബുദ്ധിജീവികളും ഈ ചരിത്രഘട്ടത്തിൽ തന്നെ രംഗത്തു വരികയുണ്ടായി. ഇസ്ലാമിനെ പാശ്ചാത്യവൽക്കരിക്കാനുള്ള, ആധുനികവൽക്കരിക്കാനുള്ള പടിഞ്ഞാറൻ സംസ്കാരത്തെ ചെറുത്തു തോൽപ്പിച്ച ചരിത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘട്ടമായിരുന്നു ആധുനിക ഇസ്ലാമിക പ്രസ്ഥാനങ്ങളുടെ രംഗപ്രവേശനം. സയ്യിദ് മൗദൂദിയും ഷഹീദ് ബന്നയും മുസ്ലിം ജനസാമാന്യത്തെ പടിഞ്ഞാറൻ വൽക്കരിക്കാനുള്ള ശ്രമത്തിനെതിരെ ജനങ്ങളെ അഭിമുഖീകരിച്ച് സംസാരിക്കുക മാത്രമല്ല, മുസ്ലിം ജനതയെ അഭിമുഖീകരിച്ചുകൊണ്ട് ഈ ശ്രമത്തെ ചെറുത്തു തോൽപ്പിക്കേണ്ടതിന്റെ പ്രാധാന്യത്തെ അവർ ബോധ്യപ്പെടുത്തുകയുണ്ടായി. ഇസ്ലാമിക ഖിലാഫത്തിന്റെ അവസാനത്തെ ആസ്ഥാനമെന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന തുർക്കി, ആ തുർക്കി പാശ്ചാത്യവൽക്കരണ ശ്രമത്തിൽ ഈ ഘട്ടത്തിൽ എവിടെയെത്തിയിരുന്നു എന്ന് നാം അറിയേണ്ടതാണ്, പഠിക്കേണ്ടതാണ്. ഇസ്ലാമിക ഖിലാഫത്തിന്റെ അവസാനത്തെ ആസ്ഥാനമെന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന തുർക്കിയിൽ മുസ്തഫ കമാൽ പാഷ കൊണ്ടുവന്ന പാശ്ചാത്യവൽക്കരണ ശ്രമങ്ങൾ തുർക്കിയിൽ നിന്ന് അറബി ഭാഷയെ തുടച്ചു നീക്കുന്നിടത്തോളം എത്തുകയുണ്ടായി. അറബി ഭാഷ തുടച്ചു നീക്കപ്പെട്ടു. മുസ്ലിം വസ്ത്രധാരണ രീതികൾ കാലഹരണപ്പെട്ടു. ഇസ്ലാമിനെ കുറിച്ച് സംസാരിക്കാനുള്ള അവകാശം പോലും തുർക്കിയിലെ മുസ്ലിം ജനസാമാന്യത്തിന് നിഷേധിക്കപ്പെടുകയുണ്ടായി. ഇത്തരമൊരു ഘട്ടത്തിലാണ് ഇത് തുർക്കിയിലെ മാത്രം കഥയല്ല, തുർക്കിയിലും അറബ് നാടുകളിലും ആഫ്രിക്കയിലെ ഇസ്ലാമിക മുസ്ലിം നാടുകളിലുമെല്ലാം തന്നെ ഈ പാശ്ചാത്യവൽക്കരണ ശ്രമം അതിശക്തമായി അരങ്ങു തകർത്ത ഘട്ടത്തിലാണ് ഷഹീദ് ബന്നയും സയ്യിദ് മൗദൂദിയും അവരുടെ കൂടെ നിന്നുകൊണ്ട് സയ്യിദ് കുത്തുബും അതുപോലെയുള്ള മഹാന്മാരുമൊക്കെ ചരിത്രത്തിൽ എഴുന്നേറ്റ് നിന്നത്. പാശ്ചാത്യ നാഗരികതയെ സംബന്ധിച്ചിടത്തോളം അവരടിയറവിന് സന്നദ്ധമായ, അവർ പരാജയം സംബന്ധിച്ച ഒരു ചരിത്രഘട്ടമായിരുന്നു യഥാർത്ഥത്തിൽ ഈ ഘട്ടം. ക്രൈസ്തവ മതത്തെ പാശ്ചാത്യവൽക്കരിക്കാൻ അവർക്ക് സാധിച്ചു, ജൂതമതത്തെ പാശ്ചാത്യവൽക്കരിക്കാൻ അവർക്ക് സാധിച്ചു, ഹൈന്ദവ മതത്തെയും കേവലം ആചാരബന്ധിതമായ മതമാക്കി മാറ്റിക്കൊണ്ട് ആധുനികവൽക്കരിക്കാൻ അവർക്ക് സാധിച്ചു. ഇതേപോലെ ഇസ്ലാമിനെയും അതിന്റെ സംസ്കാരത്തെയും അതിന്റെ രാഷ്ട്രീയ, സാമൂഹിക, സാമ്പത്തിക വ്യവസ്ഥിതികളെയും ഒക്കെ അടർത്തി മാറ്റിക്കൊണ്ട് കേവലം ആചാരബന്ധിതമായ ചടങ്ങുകളിലും വിശ്വാസ പ്രമാണങ്ങളിലും തളച്ചിടാനുള്ള പടിഞ്ഞാറിന്റെ ശ്രമത്തെ പക്ഷേ ആധുനിക ഇസ്ലാമിക പ്രസ്ഥാനങ്ങളുടെ സജീവമായ സാന്നിധ്യം കാരണം അവർക്ക് വിജയിപ്പിക്കാനായില്ല എന്ന് മാത്രമല്ല, പടിഞ്ഞാറിന്റെ ഈ ശ്രമത്തിനെതിരെ മുസ്ലിം ജനസാമാന്യത്തെ സംഘടിപ്പിക്കാൻ ഈ മഹാന്മാർക്ക് സാധിക്കുകയുണ്ടായി. വൽ മൗതു ഫീ സബീലില്ലാഹി അഹ്ലാ അമാനീന, ഇസ്ലാമിന്റെ മാർഗത്തിലുള്ള മരണമാണ് ഞങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും മധുരിക്കുന്ന സ്വപ്നമെന്നുരുവിട്ടുകൊണ്ട് ഈജിപ്തിലെ തെരുവീഥികളിലൂടെ അൽ ഇഖ്വാനുൽ മുസ്ലിമൂനിന്റെ പ്രവർത്തകർ പടിഞ്ഞാറൻ വൽക്കരണ ശ്രമത്തിനെതിരെ രംഗത്തിറങ്ങിയപ്പോൾ അങ്ങനെയുള്ള രക്തസാക്ഷികൾ ഇസ്ലാമിനെ ആധുനികവൽക്കരിക്കാനും പാശ്ചാത്യവൽക്കരിക്കാനും നടത്തിക്കൊണ്ടിരിക്കുന്ന ശ്രമത്തിനെതിരെ ചെറുത്തുനിൽപ്പ് നടത്തിയപ്പോൾ മഹാനായ ഇഖ്ബാൽ പ്രഖ്യാപിച്ചതുപോലെ ഹർ കർബല കെ ബഅദ് ഇസ്ലാം ജിന്ദ ഹോത്താ ഹേ, ഓരോ കർബലയ്ക്ക് ശേഷവും ഇസ്ലാം അതിജയിക്കുമെന്ന് പ്രഖ്യാപിച്ചതുപോലെ ഓരോ രക്തസാക്ഷിയുടെയും
രക്തകണത്തിൽ നിന്ന്, ഓരോ രക്തസാക്ഷിയുടെയും ശരീരത്തിൽ നിന്ന് ഉതിർന്നു വീണ രക്തകണത്തിൽ നിന്ന് ഇസ്ലാമിക വിശ്വാസ പ്രമാണം ഉയർത്തെഴുന്നേൽക്കുകയായിരുന്നു. ഇതായിരുന്നു കഴിഞ്ഞ കാലഘട്ടത്തിൽ ഇസ്ലാമിക സമൂഹത്തിന് സാധിച്ച ഏറ്റവും സുപ്രധാനമായ നേട്ടം. നാം ആലോചിക്കേണ്ടതാണ്. ഈ പാശ്ചാത്യവൽക്കരണ ശ്രമത്തിന്റെ കാലഘട്ടത്തിൽ ആധുനിക മുസ്ലിം സമൂഹം അപകർഷബോധത്തോടുകൂടിയായിരുന്നു ലോകത്തെ അഭിമുഖീകരിച്ചത്. അഭിമാനബോധമുള്ള, ഇസ്സത്തുള്ള, പ്രതാപമുള്ള ഒരു സമൂഹമാണ് തങ്ങളെന്ന വിശുദ്ധ ഖുർആനിന്റെ പ്രഖ്യാപനങ്ങൾ അനുസ്മരിക്കുന്നതിന് പകരം വലില്ലാഹിൽ ഇസ്സത്തു വലി റസൂലിഹി വലിൽ മുഅ്മിനീൻ, അഭിമാനവും ആത്മാഭിമാനവും അന്തസ്സും അല്ലാഹുവിനും റസൂലിനും സത്യവിശ്വാസികൾക്കും അവകാശപ്പെട്ടതാണ് എന്ന് വിശുദ്ധ ഖുർആൻ പ്രഖ്യാപിച്ചിരിക്കെ വഅൻതുമുൽ അഗ്ലൗന ഇൻ കുൻതും മുഅ്മിനീൻ, നിങ്ങൾ വിശ്വാസികളാണ് എങ്കിൽ നിങ്ങളാണ് ഉന്നതന്മാരെന്ന് വിശുദ്ധ ഖുർആൻ പ്രഖ്യാപിച്ചിരിക്കെ വിശുദ്ധ ഖുർആനിന്റെ ഇത്തരം മുസ്ലിം സമൂഹത്തിന് ആത്മാഭിമാനം പകർന്നു തരുന്ന വചനങ്ങളെ ഓർമ്മിച്ചുകൊണ്ട് അഭിമാനത്തോടുകൂടി എഴുന്നേറ്റ് നിൽക്കുന്നതിന് പകരം അപകർഷബോധത്തോടുകൂടി, അതുപോലെ തന്നെ പരാജയ മനസ്ഥിതിയോടുകൂടിയായിരുന്നു ഈ കാലഘട്ടത്തിൽ മുസ്ലിം ബുദ്ധിജീവികളും മുസ്ലിം ജനസാമാന്യവും സംസാരിച്ചത്. കൊളോണിയൽ യുഗത്തിൽ സാമ്രാജ്യത്വ ശക്തികളുടെ കൽക്കീഴിൽ ജീവിക്കുന്ന ഇത്തരമൊരു കാലഘട്ടത്തിൽ ഷഹീദ് ബന്നയുടെയും സയ്യിദ് മൗദൂദിയുടെയും വാക്കുകൾ ഒരു വനരോധമായി കലാശിക്കുമെന്നായിരുന്നു പടിഞ്ഞാറ് തെറ്റിദ്ധരിച്ചത്. ഒരിക്കലും തന്നെ ഇസ്ലാമിന് ഭാവിയില്ല എന്നും ഇസ്ലാമിന്റെ ഭാവി ഇരുളടഞ്ഞതാണ് എന്നും അവർ പ്രഖ്യാപിച്ചു എന്ന് മാത്രമല്ല, ഇസ്ലാമിന് ഭാവിയുണ്ട് എന്ന് സമർത്ഥിക്കാൻ നിങ്ങൾക്കാവുമോ എന്ന് ചോദിച്ചുകൊണ്ട് ഈ പരിഷ്കർത്താക്കളെയും ഈ ആധുനിക ഇസ്ലാമിക പ്രസ്ഥാനത്തിന്റെ സാരഥികളെയും വെല്ലുവിളിക്കാൻ ലോകത്തിന്റെ പല ഭാഗങ്ങളിലുമുള്ള മുസ്ലിം ബുദ്ധിജീവികളും സാഹിത്യകാരന്മാരും അഭ്യസ്തവിദ്യരുമൊക്കെ മുന്നോട്ട് വരികയുണ്ടായി. പക്ഷേ ഈ ചരിത്രം ഇന്ന് മാറിയിരിക്കുന്നു. വർത്തമാന കാലഘട്ടത്തിന്റെ ഇസ്ലാമിന്റെ ചിത്രമെടുത്ത് പരിശോധിച്ചു നോക്കുമ്പോൾ വെസ്റ്റേണൈസേഷന്റെയും മോഡേണൈസേഷന്റെയും മുദ്രാവാക്യങ്ങൾ നമുക്കിന്നെവിടെയും കാണാൻ സാധിക്കുന്നില്ല. ഇസ്ലാമിനെ പാശ്ചാത്യവൽക്കരിക്കണമെന്ന് വാദിച്ച മുസ്ലിം ബുദ്ധിജീവികൾ ഒന്നടങ്കം തന്നെ ഇസ്ലാമൈസേഷൻ ഓഫ് നോളജ്, ആധുനിക വിജ്ഞാനീയങ്ങളെ ഇസ്ലാമികവൽക്കരിക്കണമെന്ന് തിരുത്തി പറയുന്ന ഒരു ചരിത്രഘട്ടത്തിലാണ് യഥാർത്ഥത്തിൽ നാം ഇന്ന് ജീവിക്കുന്നത്. ഇതെന്തുകൊണ്ട് സാധിച്ചു നാം ആലോചിക്കേണ്ടതാണ്. ആധുനിക ഇസ്ലാമിക പ്രസ്ഥാനങ്ങൾ ജീവൻ നൽകിയും രക്തം നൽകിയും അതുപോലെ തന്നെ എല്ലാം തന്നെ അള്ളാഹുവിന് സമർപ്പിച്ചും അതിശക്തമായ രൂപത്തിൽ കർമ്മരംഗത്തിറങ്ങിയതിന്റെ അനന്തരഫലമായിട്ടാണ് ചരിത്രത്തിൽ ഈ ഒരു മാറ്റം സംഭവിച്ചിരിക്കുന്നത് എന്ന് ഇസ്ലാമിനെ പാശ്ചാത്യവൽക്കരിക്കുന്നതിനെ കുറിച്ച് മുസ്ലിം ജനസാമാന്യം സംസാരിക്കുന്നില്ല. പാശ്ചാത്യവൽക്കരണത്തിന്റെ കുറിച്ച് സംസാരിച്ച ഘട്ടത്തിലായിരുന്നു നമുക്ക് മസ്ജിദുൽ അഖ്സ നഷ്ടപ്പെട്ടു പോയത്. ഈ കാലഘട്ടത്തിലായിരുന്നു മുസ്ലിം നാടുകളിൽ ഒന്നടങ്കം തന്നെ സാമ്രാജ്യത്വ ശക്തികളുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്ന ഭരണാധികാരികളെ അവർ അധികാര പീഠത്തിൽ കുടിയിരുത്തപ്പെട്ടത്. പക്ഷേ ഒരു 50 വർഷം പിന്നിട്ടപ്പോൾ, അല്ലെങ്കിൽ ഒരു നൂറ്റാണ്ട് പിന്നിട്ടപ്പോൾ ഇസ്ലാമിക സമൂഹത്തിന്റെ ചിത്രം ആകമാനം മാറിയിരിക്കുന്നതായി നമുക്ക് കാണാൻ സാധിക്കുന്നു. പടിഞ്ഞാറിനെ ക്രൈസ്തവതയും ജൂതമതത്തെയും നശിപ്പിക്കാൻ സാധിച്ചതുപോലെ ഇസ്ലാമിനെ നശിപ്പിക്കാൻ സാധിച്ചില്ല എന്ന് മാത്രമല്ല, ആധുനിക ഇസ്ലാമിക പ്രസ്ഥാനങ്ങളിൽ നിന്നും പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ട് ഇസ്ലാമിക നവോത്ഥാനം ഇന്ന് ശക്തി പ്രാപിച്ചുകൊണ്ടിരിക്കുകയാണ്. മോഡേണൈസേഷന്റെ ഏറ്റവും ശക്തമായ മുദ്രാവാക്യമുയർന്ന തുർക്കിയിലെ കമാൽ പാഷ ഭരിച്ച ആ തുർക്കിയിൽ തന്നെയാണ് നജ്മുദ്ദീൻ അർബഖാനെ പോലെയുള്ള ഈ നൂറ്റാണ്ടിലെ തന്നെ പ്രഗത്ഭനായ ഒരു മുസ്ലിം ബുദ്ധിജീവി അധികാര സിംഹാസനത്തിൽ അവരോധിതനായത് എന്ന് നാം മനസ്സിലാക്കേണ്ടതാണ്. ഇതൊരു തുർക്കിയുടെ മാത്രം കഥയല്ല. ഇന്ന് ലോകത്തിന്റെ നാനാഭാഗങ്ങളിലും, ലോകത്തിന്റെ എല്ലാ ഭാഗങ്ങളിലും മുസ്ലിം നാടുകളിലെ ഈ അർത്ഥത്തിലുള്ള ഒരു ഇസ്ലാമികമായ വൽക്കരണം അഥവാ ഒരു ഇസ്ലാമികമായ നവജാഗരണം അതിശക്തമായി ശക്തിപ്പെട്ടിരിക്കുകയാണ്. യഥാർത്ഥത്തിൽ ഇസ്ലാമിക നവജാഗരണം ശക്തിപ്പെട്ടിരിക്കുന്നു എന്നതാണ് ഇന്ന് ഇസ്ലാം വെല്ലുവിളിക്കപ്പെടാനുള്ള ഏറ്റവും സുപ്രധാനമായ കാരണം. പടിഞ്ഞാറിനെ ഇസ്ലാമിനെ നശിപ്പിക്കാൻ സാധിച്ചിരുന്നുവെങ്കിൽ ക്രൈസ്തവ മതത്തെ പോലെ ഇസ്ലാം സീസർക്കുള്ളത് സീസർക്കും അതുപോലെ തന്നെ പോപ്പിനുള്ളത് പോപ്പിനും എന്ന മുദ്രാവാക്യം ഇരുകൈ നീട്ടി സ്വീകരിച്ചുകൊണ്ട് മുസ്ലിം ജനസാമാന്യം പിൻവലിഞ്ഞിരുന്നുവെങ്കിൽ ഇന്ന് മുസ്ലിം സമൂഹം ഭീകരന്മാരും അതുപോലെ തന്നെ മതമൗലികവാദികളായും മതഭ്രാന്തന്മാരായും ഇന്ന് ചിത്രീകരിക്കപ്പെടുമായിരുന്നില്ല. മറിച്ച് മുസ്ലിം ജനസാമാന്യം
ഇസ്ലാമിക വിശ്വാസ പ്രമാണത്തിൽ നിന്നും പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ട് ഒരു പുതിയ സാമൂഹിക വ്യവസ്ഥിതി തങ്ങൾക്ക് സൃഷ്ടിക്കാൻ സാധിക്കുമെന്ന് തിരിച്ചറിഞ്ഞിരിക്കുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല 1400 വർഷങ്ങൾക്ക് മുമ്പ് അവതരിപ്പിച്ചു കൊടുത്ത വിശുദ്ധ ഖുർആനിന്റെ വചനങ്ങൾ ആധുനിക കാലഘട്ടത്തിന്റെ നാഗരികതകൾക്കും സംസ്കാരത്തിനും ഒപ്പിച്ചുകൊണ്ട് മാറ്റിമറിക്കേണ്ടതില്ല എന്നും ആ വിശുദ്ധ ഖുർആനിന്റെ അക്ഷരങ്ങളെയും പ്രവാചകന്റെ സുന്നത്തിനെയും അടിസ്ഥാനമായി സ്വീകരിച്ചുകൊണ്ട് ഒരു പുതിയ സാമൂഹിക വ്യവസ്ഥിതിയെ ഈ കാലഘട്ടത്തിൽ സൃഷ്ടിക്കാൻ ഇസ്ലാമിന് സാധിക്കുമെന്നും മുസ്ലിം ബഹുജനങ്ങൾ, മുസ്ലിം ജനസാമാന്യം തിരിച്ചറിഞ്ഞിരിക്കുന്നു. ഈ തിരിച്ചറിവാണ് യഥാർത്ഥത്തിൽ ഇസ്ലാമിനെ ഒരു ഭീകരമതമായിട്ടും ഒരു മതഭ്രാന്തിന്റെ മതമായിട്ടും ചിത്രീകരിക്കാൻ ആധുനിക പടിഞ്ഞാറൻ ശക്തികളെ പ്രേരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. സാമുവൽ പി ഹണ്ടിങ്ടൺ അതുകൊണ്ടാണ് ഇങ്ങനെ പറഞ്ഞത്: ഇസ്ലാമിക തീവ്രവാദം ഞങ്ങൾക്ക് പ്രശ്നമേയല്ല, മറിച്ച് ഇപ്പോൾ പ്രശ്നം വ്യതിരിക്ത നാഗരികതയായ ഇസ്ലാമാണ്. അതിന്റെ വക്താക്കൾക്ക് അവരുടെ സംസ്കാരത്തിന്റെ ശ്രേഷ്ഠത ലോകത്തെ ബോധ്യപ്പെടുത്താൻ സാധിക്കുന്നുണ്ട്. ഈ വാക്കുകൾ നാം ഒന്നുകൂടി ആവർത്തിച്ചുകൊണ്ട് വായിക്കേണ്ടതാണ്. ഇസ്ലാമിൽ മുസ്ലിങ്ങൾ എന്തെങ്കിലും ഭീകര പ്രവർത്തനങ്ങൾ നടത്തുന്നു, തീവ്രവാദത്തിൽ ഏർപ്പെടുന്നു എന്നതല്ല ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അടിസ്ഥാന പ്രശ്നം. മറിച്ച് ഈ കാലഘട്ടത്തിൽ വ്യതിരിക്തമായി ഒരു നാഗരികതയായി നിലകൊള്ളാനും അങ്ങനെ ഇസ്ലാമിക സംസ്കാരത്തിന്റെ ശ്രേഷ്ഠത മറ്റ് ജനവിഭാഗങ്ങൾക്ക് ബോധ്യപ്പെടുത്താനും മുസ്ലിങ്ങൾക്ക് സാധിക്കുന്നു. അതാണ് ഈ കാലഘട്ടത്തിലെ ഏറ്റവും വലിയ പ്രശ്നമെന്നാണ് സാമുവൽ പി ഹണ്ടിങ്ടൺ പറയുന്നത്. ഈ പ്രശ്നത്തെ അനുസ്മരിച്ചുകൊണ്ട് തന്നെയാണ് ഇസ്ലാം ഈസ് നത്തിങ് ബട്ട് ട്രബിൾ, ഇസ്ലാം ഒരു പ്രശ്നമേ അല്ല, ഇസ്ലാം എന്ന് പറഞ്ഞാൽ ഒന്നുമല്ല, പക്ഷേ അതൊരു പ്രശ്നമാണ് എന്ന് മറ്റു ചില ബുദ്ധിജീവികൾ പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഇതിനെക്കുറിച്ച് തന്നെയാണ് ജോൺ എൽ എസ്പോസിറ്റോ ഇപ്രകാരം പറയുകയുണ്ടായി: ഇസ്ലാമിക നവോത്ഥാനവാദം പടിഞ്ഞാറൻ ഉദാര മതേതരവാദത്തിന്റെയും വികസന സിദ്ധാന്തത്തിന്റെയും പല മുൻധാരണകളെയും വെല്ലുവിളിക്കുകയാണ് എന്ന് അദ്ദേഹം പറയുകയുണ്ടായി. ലോകത്ത് മതങ്ങളുടെ കൂട്ടത്തിൽ ഇസ്ലാം മാത്രമാണ്, ഇസ്ലാമിക നവോത്ഥാനവാദം മാത്രമാണ് പടിഞ്ഞാറൻ നാഗരികത ആധുനിക സമൂഹത്തിന്റെ മുമ്പിൽ സമർപ്പിക്കുന്ന മതേതരവാദത്തെയും വികസന സിദ്ധാന്തത്തെയും വെല്ലുവിളിക്കുന്നത് എന്നാണ് അല്പം ഗുണകാംക്ഷയോടുകൂടി ജോൺ എൽ എസ്പോസിറ്റോ വിശദീകരിക്കുന്നത്. ചുരുക്കത്തിൽ മതങ്ങളുടെ കൂട്ടത്തിൽ, ഇവിടെ നിലനിൽക്കുന്ന മറ്റു പല മതങ്ങളുടെയും കൂട്ടത്തിൽ വ്യതിരിക്തമായ ഒരു നാഗരികതയായി അവശേഷിക്കാൻ വർത്തമാന കാലഘട്ടത്തിൽ ഇസ്ലാമിന് സാധിക്കുന്നു. വർത്തമാന കാലഘട്ടത്തിൽ ഇസ്ലാം ലോകത്തിന് ബോധ്യപ്പെടുത്തിയിരിക്കുന്ന ഈ കരുത്താണ് ഇസ്ലാമിനെ നിരന്തരം വേട്ടയാടാൻ പാശ്ചാത്യർ പരിശ്രമിച്ചിരിക്കുന്നത്. ലോകത്ത് വളരെ തന്നെ അത്ഭുതകരമായ ഒരു കൂട്ടുകെട്ടാണ് നമുക്കിന്ന് കാണാൻ സാധിക്കുന്നത്. ഒരു ഭാഗത്ത് ക്രൈസ്തവ മതത്തിന്റെ കൂടെ നിലയുറപ്പിക്കുന്നു എന്ന് വാദിക്കുന്ന പാശ്ചാത്യ നാഗരികതയും, മറുഭാഗത്ത് ക്രൈസ്തവ മതത്തോടെ പലപ്പോഴും ശാസ്ത്രവത പ്രകടിപ്പിച്ച ജൂത സയനിസവും കൈകോർത്തു പിടിച്ചുകൊണ്ട് ഇസ്ലാമിനെതിരെ നീങ്ങുന്നത് കാണുമ്പോൾ ഇതിന്റെ കാരണം ഇത് തന്നെയല്ലേ എന്ന് നാം പരിശോധിക്കേണ്ടതാണ്. ജൂത മതത്തിന്റെ വക്താക്കൾ ഉയർത്തിപ്പിടിക്കുന്ന സയനിസവും ക്രൈസ്തവ മതത്തിന്റെ വക്താക്കൾ ഉയർത്തിപ്പിടിക്കുന്ന മതേതരവൽക്കരിക്കപ്പെട്ട ക്രൈസ്തവതയും ഒരുപോലെ പാശ്ചാത്യ നാഗരികതയെ സംബന്ധിച്ചിടത്തോളം സ്വീകാര്യമാണ്. ഇത് രണ്ടും ഒരുമിച്ച് കൈകോർത്തു പിടിച്ചുകൊണ്ടാണ് വർത്തമാന കാലഘട്ടത്തിൽ ഇസ്ലാമിക നവോത്ഥാനത്തെയും ഇസ്ലാമിക പ്രസ്ഥാനങ്ങളെയും നിരന്തരം വേട്ടയാടാൻ പരിശ്രമിച്ചു കൊണ്ടിരിക്കുന്നത്. ഈ വേട്ടയാടലിന്റെ എണ്ണമറ്റ ഉദാഹരണങ്ങൾ നമുക്കിന്ന് ലോകത്ത് കാണാൻ സാധിക്കും. ഇസ്ലാമിനെ കുറിച്ച് ആരെങ്കിലും സംസാരിച്ചാൽ, ഇസ്ലാമിനെ കുറിച്ച് ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ അവൻ ഇസ്ലാമിക നവജാഗരണത്തിന്റെ കൂടെയാണ് നിലയുറപ്പിക്കുന്നത് എങ്കിൽ അവൻ ഭീകരവാദിയാണ് എന്നും, അതേ അവസരം മതേതരവൽക്കരിക്കപ്പെട്ട ഒരു ഇസ്ലാമിനെ കുറിച്ചാണ് അവൻ സംസാരിക്കുന്നത് എങ്കിൽ അവൻ സ്വീകാര്യനാണ് എന്നുമുള്ള ഒരു ഇരട്ടത്താപ്പ് നയമാണ് ഇസ്ലാമിനോട് ഇന്ന് പാശ്ചാത്യർ സ്വീകരിച്ചിരിക്കുന്നത്. നിങ്ങളൊരു മുസ്ലിമാണോ എന്നല്ല പാശ്ചാത്യർ അന്വേഷിക്കുന്നത്, നിങ്ങൾ ധരിച്ചിരിക്കുന്ന വസ്ത്രത്തിന്റെ രൂപവും നിങ്ങളുടെ വേഷവുമല്ല പാശ്ചാത്യർ അന്വേഷിച്ചു കൊണ്ടിരിക്കുന്നത്. മുസ്ലിം ജനസമൂഹം ഉയർത്തിപ്പിടിക്കുന്ന ആദർശം ഇസ്ലാം എപ്രകാരമുള്ള ആദർശമാണ് എന്നാണ് അവർ ചികഞ്ഞു നോക്കുന്നത്. മുസ്ലിങ്ങൾ ഉയർത്തിപ്പിടിക്കുന്ന ഇസ്ലാം മതേതരവൽക്കരിക്കപ്പെട്ട ഒരു ഇസ്ലാമാണ് എങ്കിൽ, അഥവാ അദ്ദീനുലില്ലാ വൽ വതനുലിൽ ജമീ, ദീൻ മാത്രം, ആരാധനകളും അനുഷ്ഠാനങ്ങളും മാത്രം അള്ളാഹുവിന് മതി, രാജകാര്യങ്ങളും ഭരണകാര്യങ്ങളുമൊക്കെ മറ്റാരെങ്കിലും സ്വീകരിക്കട്ടെ എന്നൊരു സമീപനമാണ് ഒരു മുസ്ലിം സ്വീകരിക്കുന്നത് എങ്കിൽ അത്തരം മുസ്ലിം പടിഞ്ഞാറിന്റെ കണ്ണിൽ ഭീകരവാദിയല്ല.
അത്തരം മുസ്ലിം എന്ത് വൃത്തികേട് ചെയ്താലും പടിഞ്ഞാറിന്റെ ദൃഷ്ടിയിൽ അവൻ സ്വീകാര്യനാണ്. അത്തരം ഒരു മുസ്ലിം ഇനി പ്രത്യക്ഷത്തിൽ തന്നെ ഒരു ഭീകര പ്രവർത്തനം നടത്തിയാലും പടിഞ്ഞാറിനെ സംബന്ധിച്ചിടത്തോളം അതൊരു പ്രശ്നമല്ല. എന്നാൽ അദ്ദീനു ലില്ലാഹി വൽ വത്നുൽ ജമീ, അഥവാ സീസർക്കുള്ളത് സീസർക്കും ദൈവത്തിനുള്ളത് ദൈവത്തിനുമെന്ന പടിഞ്ഞാറിന്റെ പുരാതനമായ മുദ്രാവാക്യത്തെ വലിച്ചെറിഞ്ഞുകൊണ്ട് അല്ല, ദീനും രാഷ്ട്രവും അള്ളാഹുവിന് അവകാശപ്പെട്ടതാണ് എന്നൊരു മുദ്രാവാക്യമാണ് ഒരു മുസ്ലിം ഉയർത്തിപ്പിടിക്കുന്നത് എങ്കിൽ അവനെന്തുമാത്രം സാത്വികമായ ജീവിതം നയിക്കുന്നവനാണ് എങ്കിലും, അവനെന്തുമാത്രം സൗമ്യശീലനാണ് എങ്കിലും, അവനെന്തുമാത്രം ശാന്തനാണ് എങ്കിലും പടിഞ്ഞാറിന്റെ ദൃഷ്ടിയിൽ അവൻ ഭീകരനും മതഭ്രാന്തനുമാണ്. ഇങ്ങനെ വർത്തമാന കാലഘട്ടത്തിൽ മുസ്ലിം സമൂഹത്തെ രണ്ട് രൂപത്തിൽ വീക്ഷിക്കുന്ന, രണ്ട് വിഭാഗമായി പകുത്തുകൊണ്ടുള്ള ഒരു സമീപനമാണ് പടിഞ്ഞാറ് ഇന്ന് സ്വീകരിച്ചു കൊണ്ടിരിക്കുന്നത്. മുസ്ലിം ജനസാമാന്യത്തെ രണ്ട് വിഭാഗമാക്കി പകുത്തുകൊണ്ട് ഒന്നാമത്തെ വിഭാഗത്തെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട്, അഥവാ മതേതരവൽക്കരണത്തിന്റെ കൂടെ നിൽക്കുന്ന മുസ്ലിം നാടുകളെ, മുസ്ലിം ഭരണാധികാരികളെയും മുസ്ലിം ജനസാമാന്യത്തെയും ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഇസ്ലാമിക ആദർശത്തെ ഉയർത്തിപ്പിടിക്കുന്ന ആധുനിക കാലഘട്ടത്തിലെ ഇസ്ലാമിക പ്രസ്ഥാനങ്ങളെ വേട്ടയാടാനുള്ള പരിശ്രമങ്ങളാണ് ഇന്ന് പാശ്ചാത്യർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിന്റെ ഏറ്റവും നല്ല ഉദാഹരണമായിരുന്നു ഖുദ്സിൽ ഇസ്ലാമികമായ വൽക്കരണത്തിന് വേണ്ടി യഥാർത്ഥ രൂപത്തിൽ സംഘടിക്കുകയും അങ്ങനെ ഖുദ്സിന്റെ വിമോചനത്തിന് വേണ്ടി സ്വന്തം ജീവൻ ബലിയർപ്പിക്കുകയും ചെയ്ത ഹമാസിന്റെ ധീരരായ രക്തസാക്ഷികൾ കൽത്തുറുങ്കിലടക്കപ്പെടുകയും, എന്നാൽ ഇസ്ലാമിക വൽക്കരണത്തിനെ കുറിച്ച് സംസാരിക്കുന്നതിന് പകരം അവിടെയുള്ള ക്രൈസ്തവരെയും അവിടെയുള്ള മതേതര വിശ്വാസികളെയും ഒക്കെ കൂട്ടുപിടിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന ശക്തികളെ തോളിലേറ്റ് നടത്തുകയും ചെയ്യുന്ന വിരുദ്ധമായ സമീപനം ഇന്ന് പാശ്ചാത്യർ മുസ്ലിം സമൂഹത്തോട് സ്വീകരിക്കുകയാണ്. ഇതൊരു ഖുദ്സിന്റെ മാത്രം പ്രശ്നമല്ല. കമാൽ പാഷയുടെ പിൻഗാമികളെ എന്നും പാശ്ചാത്യർ ഇരുകൈ നീട്ടി സ്വീകരിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ഈജിപ്തിൽ നജ്മുദ്ദീൻ അർബഖാനെ അധികാര സിംഹാസനം കൈയൊടിക്കേണ്ടി വന്നത്. ആധുനിക കാലഘട്ടത്തിൽ മുസ്ലിം രാഷ്ട്രങ്ങൾക്ക് മുമ്പിൽ ഏറ്റവും കൃത്യമായ ഒരു അജണ്ട, അഥവാ വരും നൂറ്റാണ്ടിൽ ഇസ്ലാമികമായ ഒരു നവജാഗരണത്തെ ശക്തിപ്പെടുത്താൻ ഉതകുന്ന ലോകത്താകമാനമുള്ള മുസ്ലിം ശക്തിയെ കൂടുതൽ കരുത്തുതൽ പകരാൻ ഉതകുന്ന ഒരു അജണ്ട സമർപ്പിച്ച നജ്മുദ്ദീൻ അർബഖാനെ വർഷങ്ങൾ കൊണ്ട് അധികാര സിംഹാസനത്തിൽ നിന്ന് താഴെയിറങ്ങേണ്ടി വന്നു എന്ന് മാത്രമല്ല, അദ്ദേഹത്തിന് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനുള്ള അവകാശങ്ങൾ പോലും നിഷേധിക്കപ്പെടുകയുണ്ടായി. എന്തുകൊണ്ട്? തുർക്കിയിലെ വെർച്യു പാർട്ടിയും റഫാഹ് പാർട്ടിയുമൊക്കെ നിരോധനത്തിലൂടെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നു എന്ന് ചിന്തിക്കുമ്പോൾ അവിടെയുള്ള മുസ്ലിം നാമധാരികളായ ഭരണാധികാരികളും മുസ്ലിം നാമധാരികളായ പ്രസിഡന്റുമാരുമൊക്കെ പാശ്ചാത്യരെ ഒരു ഭാഗത്ത് കൈനീട്ടി സ്വീകരിക്കുമ്പോൾ എന്തുകൊണ്ട് നജ്മുദ്ദീൻ അർബഖാനെ പോലെയുള്ള ആളുകളെ പാശ്ചാത്യർ മാർജിനലൈസ് ചെയ്യാൻ വേണ്ടി, പ്രാന്തവൽക്കരിക്കാൻ വേണ്ടി പരിശ്രമിച്ചു കൊണ്ടിരിക്കുന്നു എന്ന് നാം ആലോചിക്കേണ്ടതാണ്. ഒരു വിഭാഗം ഇസ്ലാമിന്റെ മതേതരവൽക്കരണത്തിന് വേണ്ടി ശബ്ദിക്കുന്നു, അഥവാ ഇസ്ലാമിക നാഗരികതയിൽ അധിഷ്ഠിതമായ ഒരു രാഷ്ട്രമായി, ഒരു സമൂഹമായി തങ്ങളുടെ നാടിനെ പരിവർത്തിപ്പിക്കാൻ പരിശ്രമിക്കുന്നതിന് പകരം അമേരിക്കയും യൂറോപ്യൻ രാഷ്ട്രങ്ങളും പഠിപ്പിച്ചു കൊടുത്ത സിദ്ധാന്തങ്ങൾ ഇരുകൈ നീട്ടി സ്വീകരിച്ചുകൊണ്ട് അതിനനുസൃതമായ ഒരാധുനിക മുസ്ലിം രാഷ്ട്രത്തെ പടുത്തുയർത്താൻ ശ്രമിക്കുന്നു. ഇവരുടെ കൂടെ പാശ്ചാത്യർ നിലയുറപ്പിക്കുന്നു. മറുഭാഗത്തുള്ളവർ പാശ്ചാത്യരുടെയും പടിഞ്ഞാറിന്റെയും പഴകി ദ്രവിച്ചുപോയ മുദ്രാവാക്യങ്ങളെ സ്വീകരിക്കുന്നതിന് പകരം അള്ളാഹുവിന്റെ വിശുദ്ധമായ വചനങ്ങളിൽ നിന്ന് പ്രചോദനം ഉൾക്കൊള്ളാൻ മുന്നോട്ട് വരുന്നു. അതുകൊണ്ട് തന്നെ അവർ ഭീകരന്മാരായിത്തീരുന്നു. ഇത് തുർക്കിയുടെയും മാത്രം അവസ്ഥയല്ല. മുസ്ലിം നാടുകളിൽ ഒന്നടങ്കം അരങ്ങേറിക്കൊണ്ടിരിക്കുന്ന സംഘർഷങ്ങളിലും മുസ്ലിം നാടുകളിൽ ഒന്നടങ്കം വർത്തമാന കാലഘട്ടത്തിൽ അരങ്ങേറിക്കൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങളിലും ഈ ഒരു വീക്ഷണം നിലച്ചു നിൽക്കുന്നതായി നമുക്ക് കാണാൻ സാധിക്കും. മുസ്ലിം നാടുകളിൽ ഇസ്ലാമിനോട് താല്പര്യമുള്ള, ഇസ്ലാമിക വൽക്കരണത്തോട് താല്പര്യമുള്ള, ഇസ്ലാമിക നവജാഗരണത്തെ ശക്തിപ്പെടുത്തുന്ന ശക്തികൾ ഒരു കാലഘട്ടത്തിലും അധികാരത്തിലെത്താൻ പാടില്ല എന്നും പാശ്ചാത്യവൽക്കരണത്തിന് വേണ്ടി അഭിലഷിക്കുന്ന ശക്തികൾ മാത്രമേ മുസ്ലിം നാടിന്റെ നിയന്ത്രണം ഏറ്റെടുത്തുകൊള്ളൂ പാടുള്ളൂ എന്നുമുള്ള അതിശക്തമായ ഒരു നിർബന്ധ ബുദ്ധി ഇന്ന് പാശ്ചാത്യ സമൂഹം മുസ്ലിം സമൂഹത്തോട് പ്രകടിപ്പിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ മുസ്ലിം സമൂഹത്തെ രണ്ടായി പകുത്തുകൊണ്ട് ഇസ്ലാമിക സംസ്കാരത്തെ പൂർണ്ണതയോടുകൂടി പിൻപറ്റുന്ന ശക്തികളെ തകർക്കാൻ, ഇസ്ലാമിക സംസ്കാരത്തെ ഭാഗികമായി പിൻപറ്റുന്ന ശക്തികളെ ദുരുപയോഗിച്ചു കൊണ്ടിരിക്കുന്ന ഒരു വർത്തമാനകാല സാഹചര്യത്തിലാണ് നാം ഇന്ന് ജീവിക്കുന്നത്. ഇസ്ലാമിനെതിരെ അതിശക്തമായ രൂപത്തിൽ നീക്കങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന, പ്രചാരണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ഇവർ
മറുഭാഗത്ത് ഇസ്ലാമിനെതിരെ കൂട്ടുപിടിക്കാൻ സാധിക്കുന്ന മുഴുവൻ ശക്തികളെയും ആധുനിക കാലഘട്ടത്തിൽ കൂട്ടുപിടിക്കുന്നു എന്നുകൂടി നാം മനസ്സിലാക്കേണ്ടതാണ്. ഇസ്ലാമിനെതിരെ ക്രൈസ്തവരെയും ജൂത സൈനിസവും മാത്രമല്ല ഇന്ന് കൈകോർത്തിരിക്കുന്നത്, മറിച്ച് ഇന്ത്യയിലുള്ള ഹൈന്ദവ ഫാസിസവും ഇസ്ലാമിനെതിരെ സൈനിസത്തിന്റെയും പാശ്ചാത്യ നാഗരികതയുടെയും കൂടെ കൈകോർത്ത ചിത്രം കൂടി നമുക്കിന്ന് കാണാൻ സാധിക്കും. ബിൽ ക്ലിന്റൺ എന്ന് പറയുന്ന അമേരിക്കൻ സാമ്രാജ്യത്തിന്റെ അധിപനെ ഇന്ത്യയിലേക്ക് ഫാസിസ്റ്റ് സംഘം എങ്ങനെയാണ് ആനയിച്ചത് എന്ന് പത്രകോളങ്ങൾ വായിക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നു. 1500ഓളം പരിവാരങ്ങൾ സമേതം സാമന്ത രാജ്യങ്ങൾ സന്ദർശിക്കുന്ന രാജാക്കന്മാരെ പോലെ ഇന്ത്യ മഹാരാജ്യത്തേക്ക് ബിൽ ക്ലിന്റൺ വന്നപ്പോൾ അദ്ദേഹത്തെ ഇരുകൈനീട്ടി സ്വീകരിക്കാൻ ഇന്ത്യ മഹാരാജ്യം മുന്നോട്ട് വരികയുണ്ടായി. ഒരു കാലഘട്ടത്തിൽ സോഷ്യലിസ്റ്റ് ചേരിയിലൂടെ സഞ്ചരിച്ച ഇന്ത്യ ഒരു കാലഘട്ടത്തിൽ സോഷ്യലിസ്റ്റ് ചേരിയിലൂടെയാണ് സഞ്ചരിച്ചതെങ്കിലും ചേരിചേരായ്മ നയമെന്ന് പറയുന്ന മുദ്രാവാക്യം ഉയർത്തിപ്പിടിച്ച ഇന്ത്യ ഇന്ന് മുതലാളിത്ത ചേരിയിലേക്ക് മാത്രമല്ല സയനിസ്റ്റ് ചേരിയിലേക്ക് കൂടി നീങ്ങിക്കൊണ്ടിരിക്കുന്ന ദാരുണമായ കാഴ്ച നമുക്കിന്ന് കാണാൻ സാധിക്കുന്നു. ഇസ്രയേലുമായി നയതന്ത്ര ബന്ധമില്ലാതിരുന്ന ഇന്ത്യ ഇന്ന് ഇസ്രയേലുമായി അതീവമായ ബന്ധം സ്ഥാപിച്ചിരിക്കുന്നു എന്ന് മാത്രമല്ല, ഇന്ത്യ രാജ്യത്തിന്റെ കേന്ദ്ര ഇന്റലിജൻസ് വിഭാഗങ്ങൾക്കും സൈനിക വിഭാഗങ്ങൾക്കുമൊക്കെ പരിശീലനം നൽകാൻ പോലും മൊസാദിനെ പോലെയുള്ള ഇസ്രയേൽ ചാര സംഘടനയെ ഉപയോഗപ്പെടുത്തുന്ന ഒരവസ്ഥ നമുക്കിന്ന് വായിക്കാൻ സാധിക്കും. ഇങ്ങനെ ഹൈന്ദവ ഫാഷിസവും സൈനിസവും പാശ്ചാത്യ നാഗരികതയും അഥവാ മതവിരുദ്ധമായ ക്രൈസ്തവതയെ പ്രതിനിധീകരിക്കുന്ന പാശ്ചാത്യ നാഗരികതയും ഒരുപോലെ കൈകോർത്തു പിടിച്ചുകൊണ്ടാണ് ഇന്ന് ഇസ്ലാമിനെതിരായ ഈ നീക്കങ്ങളെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. വർത്തമാന കാലഘട്ടത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന മുഴുവൻ പ്രശ്നങ്ങളിലും മുഴുവൻ വിഷയങ്ങളിലും ഇസ്ലാം എവിടെയെങ്കിലും ഈ പ്രശ്നങ്ങളിൽ ഉണ്ട് എങ്കിൽ തീർത്തും ഡബിൾ സ്റ്റാൻഡ് പോളിസി എന്ന് പറയുന്ന ഒരു നയമാണ് പാശ്ചാത്യ നാഗരികത ഇന്ന് സ്വീകരിച്ചു കൊണ്ടിരിക്കുന്നത്. ഒരേ പ്രശ്നത്തോട് സമാന സ്വഭാവമുള്ള പ്രശ്നങ്ങളിലൂടെ ഒരേ സമീപനം സ്വീകരിക്കുന്നതിന് പകരം സമാന സ്വഭാവമുള്ള പ്രശ്നങ്ങളെ വിലയിരുത്തിക്കൊണ്ട് ഇവിടെ എവിടെയെങ്കിലും ഇസ്ലാമിന് അനുകൂലമായ അന്തരീക്ഷം ഉണ്ടാവുമെങ്കിൽ മറ്റൊരു സമീപനം സ്വീകരിക്കുന്ന പ്രവണതയും വർത്തമാന കാലഘട്ടത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. ഇന്തോനേഷ്യയിൽ നിന്ന് വിഘടിച്ചു പോവാൻ വേണ്ടി കിഴക്കൻ തിമോറിലെ ക്രൈസ്തവ ഭൂരിപക്ഷ പ്രദേശങ്ങളിലുള്ള ജനങ്ങൾ അഭിലഷിച്ചപ്പോൾ പടിഞ്ഞാറൻ ശക്തികൾ ഒന്നടങ്കം തന്നെ ഇന്തോനേഷ്യയിൽ നിന്നും വിഭജിക്കാനുള്ള കിഴക്കൻ തിമോറിലെ ക്രൈസ്തവ ജനവിഭാഗത്തിന്റെ അഭിലാഷങ്ങളുടെ കൂടെ നിൽക്കുകയായിരുന്നു. എന്നാൽ അതേ അവസരം തന്നെ റഷ്യയിൽ നിന്നും വിഘടിച്ച് സഞ്ചരിക്കാൻ വേണ്ടി ചെച്ചനിയ ശ്രമം നടത്തിയപ്പോഴും അതുപോലെ തന്നെ ബോസ്നിയയിലെയും കൊസോവയിലെയും മുസ്ലിങ്ങൾ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയും സ്വയം നിർണയാവകാശത്തിന് വേണ്ടിയും പോരാടിയപ്പോഴും പാശ്ചാത്യ നാഗരികത ഇതിനോട് സ്വീകരിച്ച സമീപനം മറ്റൊരു സമീപനമായിരുന്നു എന്ന് നമുക്ക് കാണാൻ സാധിക്കും. പ്രത്യക്ഷത്തിൽ ചില വിഷയങ്ങളിലൂടെ വിമോചന പോരാളികളോട് അനുഭാവം പാശ്ചാത്യർ പ്രകടിപ്പിച്ചെങ്കിലും ആത്യന്തികമായി ഇസ്ലാമിക നവജാഗരണത്തെയും ഇസ്ലാമിന്റെ അടിത്തറയിലൂടെയുള്ള സ്വയം നിർണയാവകാശ പോരാട്ടങ്ങളെയും ചെറുത്തു തോൽപ്പിക്കാനായിരുന്നു പാശ്ചാത്യ നാഗരികത ഈ കാലഘട്ടത്തിൽ സ്വീകരിച്ചത്. ഇങ്ങനെ ലോകത്തുള്ള മുഴുവൻ പ്രശ്നങ്ങളിലും മുഴുവൻ വിഷയങ്ങളിലും എവിടെയെങ്കിലും ഇസ്ലാമിക നവജാഗരണത്തിന് അനുകൂലമായ അന്തരീക്ഷം ഉണ്ടാവുകയാണ് എങ്കിൽ അതെല്ലാം തകർക്കപ്പെടേണ്ടതുണ്ട് എന്നും അതെല്ലാം ഏതെങ്കിലും അർത്ഥത്തിൽ ഇല്ലാതാവേണ്ടതുണ്ട് എന്നുമുള്ള ശക്തമായ തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന് ലോകത്തെ നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്ന ശക്തികൾ എന്നവകാശപ്പെടുന്ന പടിഞ്ഞാറൻ നാഗരികത മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇത്തരമൊരു സാഹചര്യത്തിലാണ് വർത്തമാന കാലഘട്ടത്തിലെ ഇസ്ലാമിന് നേരെ അതിശക്തമായ ഈ അർത്ഥത്തിലുള്ള ഗുണനീക്കങ്ങൾ അരങ്ങേറിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് ഇസ്ലാമിന്റെ ഭാവിയെക്കുറിച്ചും നാം ഉറ്റുനോക്കേണ്ടി വരുന്നത്. പക്ഷേ ഇസ്ലാമിന്റെ ഭാവിയെക്കുറിച്ച് പറയുമ്പോൾ നാം വർത്തമാന കാലഘട്ടത്തിൽ എന്തുമാത്രം പ്രയാസങ്ങളിലൂടെയാണ് മുന്നോട്ട് പോകുന്നതെങ്കിലും ഇസ്ലാമിന്റെ ഭാവി പ്രതീക്ഷാപൂർവമായിരിക്കുമെന്നും പ്രത്യാശാ നിർഭരമായിരിക്കുമെന്നും തെളിയിക്കുന്ന സംഭവങ്ങൾ കൂടി ഇന്ന് ലോകത്ത് അരങ്ങേറിക്കൊണ്ടിരിക്കുകയാണ് എന്ന് നാം മനസ്സിലാക്കണം. ഒരുപക്ഷെ ഈ ഖുദ്സ് പ്രശ്നം പോലും ഈ ഒരു സംഭവത്തിനാണ് അടിവരയിടുന്നത്. ഇതുവരെ ആധുനിക ഇസ്ലാമിക വൽക്കരണ പ്രക്രിയകളുടെ കൂടെ നിലയുറപ്പിക്കാതിരുന്ന, ഇതുവരെ ആധുനിക
ഇസ്ലാമിക നവജാഗരണത്തിന്റെ കൂടെ നിലയുറപ്പിക്കാതിരുന്ന ലോകത്തെങ്ങുമുള്ള മുസ്ലിം ജനസാമാന്യം ഒരുപോലെ ഐക്യപ്പെട്ടുകൊണ്ട് ഒരുപോലെ ഒരുമിച്ച് നിന്നുകൊണ്ട് ഖുദ്സ് വിഷയത്തിൽ ഇസ്ലാമിന്റെ കൂടെ നിൽക്കുക മാത്രമല്ല സൈനിസത്തിന്റെയും പാശ്ചാത്യരുടെയും അനുകൂലമായ സമീപനങ്ങൾ സ്വീകരിച്ച ഭരണാധികാരികൾക്കെതിരെ അതിശക്തമായി പ്രതികരിക്കാൻ പോലും മുന്നോട്ട് വന്നു എന്ന് സമീപകാല സംഭവങ്ങൾ നമ്മോട് വിളിച്ചു പറയുകയാണ്. ഇസ്ലാമിക വൽക്കരണ ശ്രമത്തെ ചെറുത്തു തോൽപ്പിക്കാൻ വളരെ ഗൂഢമായ ശ്രമങ്ങൾ ലോകത്തരങ്ങേറിയിട്ടും അറബ് നാടുകളിലുള്ള ജനങ്ങൾ പോലും അതിശക്തമായ രൂപത്തിൽ ഖുദ്സ് സമരത്തിന്റെ പാശ്ചാത്യർക്കും അമേരിക്കൻ സാമ്രാജ്യത്വത്തിനുമെതിരെ അതിശക്തമായി നിലയുറപ്പിച്ച അങ്ങേയറ്റം രോമാഞ്ചജനകമായ കാഴ്ച കൂടി നമുക്കിവിടെ കാണാൻ സാധിക്കുന്നു. പക്ഷേ ഈ സംഭവങ്ങളെ കുറിച്ചൊക്കെ മുൻകൂട്ടി അറിയുന്ന പാശ്ചാത്യ ശക്തികൾ ഇസ്ലാമിക നവജാഗരണത്തെ എനിയുമെനിയുമില്ലാതാക്കാൻ വളരെ ആസൂത്രിതമായി കൊണ്ടാണ് നീങ്ങിക്കൊണ്ടിരിക്കുന്നത് എന്നുകൂടി ഈ വർത്തമാനകാല സാഹചര്യത്തിൽ ജീവിക്കുന്ന മുസ്ലിം എന്ന നിലക്ക് നാം മനസ്സിലാക്കേണ്ടതാണ്. ഇസ്ലാമിന് ഈ ലോകത്തും അതുപോലെ തന്നെ മനുഷ്യ സമൂഹത്തിനിടയിൽ സ്വന്തമായ ഒരു നാഗരികത പടുത്തുയർത്താൻ സാധിക്കുമെന്ന് മനസ്സിലാക്കിയ പാശ്ചാത്യ നാഗരികത ഇസ്ലാമിലേക്ക് ജനങ്ങളുടെ പ്രവാഹം, മുസ്ലിം ജനസാമാന്യം ഇസ്ലാമികവൽക്കരിക്കപ്പെടുകയും ഇതര ജനവിഭാഗങ്ങൾ ഇസ്ലാമിന്റെ പാതയിലൂടെ സഞ്ചരിക്കാനും സാധ്യതയുണ്ട് എന്ന് മുൻകൂട്ടി മനസ്സിലാക്കിക്കൊണ്ട് ഇത് തടയാൻ വേണ്ടി വളരെ ആസൂത്രിതമായ നീക്കങ്ങൾ കൂടി ഈ കാലഘട്ടത്തിൽ നടത്തുന്നു എന്നുകൂടി ഇസ്ലാമിന്റെ ഭാവിയെക്കുറിച്ച് പ്രത്യാശകൾ പങ്കുവെക്കുമ്പോൾ നാം മനസ്സിലാക്കേണ്ടതാണ്. എങ്ങനെയുള്ള ആസൂത്രിതമായ നീക്കങ്ങളാണ് ഇവർ നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്ന് അന്വേഷിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് മുസ്ലിം ജനസമൂഹത്തിനിടയിൽ ഛിദ്രതയുടെയും സംഘർഷത്തിന്റെയും വിത്തുകൾ വിതയ്ക്കാനാണ് ഇന്ന് പടിഞ്ഞാറ് ആസൂത്രിതമായി മത്സരിച്ചു കൊണ്ടിരിക്കുന്നത്. മുസ്ലിം ലോകം ഒന്നടങ്കം, അറബ് ലോകവും അതുപോലെ തന്നെ ഏഷ്യയിലെയും ആഫ്രിക്കയിലെയും മുസ്ലിം ജനങ്ങൾ ഒന്നടങ്കം തന്നെ ഒരൊറ്റ ശക്തിയായി നിലകൊണ്ടാൽ അവരെല്ലാവരും തന്നെ തങ്ങൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന വേദനകളും ദുഃഖങ്ങളും പരസ്പരം പങ്കിടാൻ മുന്നോട്ട് വന്നാൽ ഇത് തങ്ങളുടെ ഭാവിക്ക് പ്രതിബന്ധമായി തീരുമെന്ന് മനസ്സിലാക്കിയ പടിഞ്ഞാറ് ഇന്ന് വളരെ ആസൂത്രിതമായി മുസ്ലിം സമൂഹത്തിന്റെ ഇടയിൽ വിള്ളലുകൾ ഉണ്ടാക്കാൻ വേണ്ടിയും ഛിദ്രതയുണ്ടാക്കാനുമുള്ള ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. തീർച്ചയായും കഴിഞ്ഞ ഗൾഫ് യുദ്ധം പോലും ഇത്തരം ഒരു ശ്രമത്തിന്റെ ഭാഗമായിരുന്നില്ലേ എന്ന് നാം സംശയിക്കേണ്ടതാണ്. അതിനു മുമ്പ് ഇറാനിൽ ഒരു വിപ്ലവം അരങ്ങേറിയപ്പോൾ ഇറാഖിലെ സോഷ്യലിസ്റ്റുകാരനായ സദ്ദാം ഹുസൈനെ സഹായിച്ചത് പടിഞ്ഞാറായിരുന്നു. ചരിത്രത്തിലെ മഹാത്ഭുതമാണ് യഥാർത്ഥത്തിൽ ഇത്. കാരണം ഗൾഫ് യുദ്ധം അരങ്ങേറുന്ന സന്ദർഭത്തിൽ അഥവാ ഇറാൻ ഇറാഖ് യുദ്ധം അരങ്ങേറുന്ന സന്ദർഭത്തിൽ പാശ്ചാത്യ നാഗരികതയും സോവിയറ്റ് ചേരിയും പരസ്പരം യുദ്ധത്തിലും ക്ഷീരസമരത്തിലും ഏർപ്പെട്ട ചരിത്രഘട്ടമായിരുന്നു ഇത്. സദ്ദാം ഹുസൈൻ എന്ന് പറയുന്ന ഇറാഖിലെ ഭരണാധികാരി ഈ കാലഘട്ടത്തിൽ സോവിയറ്റ് ചേരിയുടെ കൂടെയായിരുന്നു നിലയുറപ്പിച്ചത്. ബായ്സ് സോഷ്യലിസം എന്ന് പറയുന്ന ഒരു പ്രത്യേകമായ സോഷ്യലിസ്റ്റ് ചിന്താഗതി അതിനെ പ്രചരിപ്പിക്കുകയും അതിന്റെ വക്താവായി നിലയുറപ്പിക്കുകയും ചെയ്ത സദ്ദാം ഹുസൈൻ എന്ന് പറയുന്ന ഒരു സോഷ്യലിസ്റ്റുകാരനെ സോഷ്യലിസ്റ്റ് ചേരിയും മുതലാളിത്ത ചേരിയും തമ്മിൽ ശീത സമരം നടക്കുന്ന ഒരു ചരിത്രഘട്ടത്തിൽ അമേരിക്കയും പാശ്ചാത്യരും സഹായിച്ചു. ചരിത്രത്തിൽ വളരെ അത്ഭുതകരമായ ഒരു സംഭവം. സോവിയറ്റ് ചേരിയെ മുതലാളിത്ത ചേരി സഹായിക്കാൻ മുന്നോട്ട് വന്നു. കാരണം ഇറാൻ വിപ്ലവം ഒരുപക്ഷെ മുസ്ലിം ജനസമൂഹത്തെ ഏകീകരിക്കാനും മുസ്ലിം നാടുകളിലുള്ള ബഹുജന സമൂഹത്തിനിടയിൽ ഒരു പുതിയ ചിന്താഗതി പ്രചരിപ്പിക്കാനും കാരണമായി തീരുമെന്ന് മനസ്സിലാക്കിയപ്പോഴാണ് സോഷ്യലിസ്റ്റായ സദ്ദാം ഹുസൈനെ തോളിലേറ്റ് നടക്കാൻ പാശ്ചാത്യർ മുന്നോട്ട് വന്നത്. ഇതേ പാശ്ചാത്യർ തന്നെയാണ് പിന്നീട് ഇറാഖിനെ കൊണ്ട് കുവൈത്തിനെ ആക്രമിപ്പിക്കുന്നത്. ഇറാഖും കുവൈത്തും തമ്മിലുള്ള യുദ്ധം അഥവാ കുവൈത്ത് എന്ന് പറയുന്ന ഒരു അറബ് രാഷ്ട്രത്തെ ഇറാഖിലെ സദ്ദാം ഹുസൈന്റെ ലക്ഷക്കണക്കിന് പട്ടാളം ഒരു സുപ്രഭാതത്തിൽ വിഴുങ്ങുന്ന കാഴ്ചയാണ് നാം 90കളിൽ കാണുന്നത്. നാം പലരും കരുതിയത് ഇറാഖിലെ സദ്ദാം ഹുസൈൻ ആരാരും അറിയാതെ ലോകത്തിന്റെ മുഴുവൻ കണ്ണുവെട്ടിച്ചുകൊണ്ട് കുവൈത്തിലെത്തി എന്നാണോ? ലോകത്തിന്റെ നാനാഭാഗങ്ങളിൽ നടക്കുന്ന അതിസൂക്ഷ്മമായ ചലനങ്ങൾ പോലും ഒപ്പിയെടുക്കാൻ മാത്രം കരുത്തുള്ള സാങ്കേതിക വിദ്യ ഇന്ന് പാശ്ചാത്യരുടെയും അമേരിക്കയുടെയും കൈകളിലുണ്ട്. ഞാൻ നിങ്ങളോട് സംസാരിക്കുമ്പോൾ ഈ സംസാരം പോലും സൂക്ഷ്മമായി ഒപ്പിയെടുക്കാൻ സാധിക്കുന്ന പാശ്ചാത്യർക്ക് 2 ലക്ഷത്തോളം ഇറാഖൻ പട്ടാളക്കാരെ കുവൈത്ത് എന്ന് പറയുന്ന ഒരു ചെറു രാജ്യത്തെ വിടുങ്ങാൻ വേണ്ടി സഞ്ചരിക്കുമ്പോൾ അവരത് കണ്ടില്ല എന്ന് ധരിക്കാൻ മാത്രം വിഡ്ഢികളാണോ? സുഹൃത്തുക്കളെ, നാം ചിന്തിക്കേണ്ടതാണ്. യഥാർത്ഥത്തിൽ ഇറാഖും അതുപോലെ തന്നെ കുവൈത്തും തമ്മിലുള്ള ഈ യുദ്ധത്തെക്കുറിച്ച് വിശകലനം ചെയ്തു
ചെയ്തുകൊണ്ട് ആധുനിക കാലഘട്ടത്തിൽ പുറത്തു വന്ന ചില പുസ്തകങ്ങൾ യാതൊരുവിധ സംശയവുമില്ലാതെ ഒരു സത്യം അടിവരയിടുന്നു. ഇറാഖിനെ കൊണ്ട് കുവൈത്തിനെ ആക്രമിച്ചത് പാശ്ചാത്യരായിരുന്നു. ജോർജ് ബുഷിന്റെ അനുയായികൾ തന്നെ, അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ തത്വോപദേശകർ തന്നെയായിരുന്നു ഇറാഖിന്റെ പ്രസിഡന്റായ സദ്ദാം ഹുസൈനോട് ദാരിദ്ര്യമുണ്ട് എങ്കിൽ അടുത്ത് കാണുന്ന വളരെയധികം പെട്രോൾ കൊണ്ട് സമ്പന്നമായ കുവൈത്തിനെ ആക്രമിച്ചുകൊള്ളൂ എന്ന ഒരു മൗനാനുവാദം നൽകിയത്. എന്തിന് ഈ മൗനാനുവാദം നൽകി എന്ന് ചോദിച്ചാൽ, ഇറാനും ഇറാഖും തമ്മിലുള്ള യുദ്ധം അവസാനിച്ചതോടുകൂടി മുസ്ലിം ബഹുജനങ്ങളും മുസ്ലിം നാടുകളും സമാധാനത്തിന്റെ പാതയിലേക്ക് സഞ്ചരിക്കുകയായിരുന്നു. ഈ സമാധാനം അവസാനിക്കേണ്ടതുണ്ട്. ഈ സമാധാനം അവസാനിച്ചെങ്കിൽ മാത്രമേ മുസ്ലിം ചേരികൾക്കിടയിൽ സംഘർഷങ്ങളും ഛിദ്രതകളും വിതക്കാൻ സാധിക്കൂ എന്ന് മനസ്സിലാക്കിയപ്പോഴാണ് ഒരു ഗൾഫ് യുദ്ധത്തിന് അമേരിക്കൻ സാമ്രാജ്യത്വ ശക്തി മുന്നോട്ട് വന്നത്. ഈ യുദ്ധത്തിന്റെ അനന്തര ഫലം എന്താണ് നാം ആലോചിക്കേണ്ടതാണ്. തലതിരിഞ്ഞ ഇറാഖിലെ സദ്ദാം ഹുസൈന്റെ ഈ പ്രവൃത്തി കാരണം മുസ്ലിം നാടുകളിലുള്ള എണ്ണമറ്റ സമ്പത്താണ് പടിഞ്ഞാറൻ നാടുകളിലേക്ക് ഒഴുകിയത്. സൗദി അറേബ്യയുടെയും കുവൈത്തിന്റെയും ഒക്കെ വലിയ വലിയ സമ്പത്ത് അമേരിക്കൻ സാമ്രാജ്യ ശക്തികൾക്ക് ഊറ്റിക്കുടിക്കാൻ ഗൾഫ് യുദ്ധത്തിലൂടെ സാധിക്കുകയുണ്ടായി. തലതിരിഞ്ഞ ഇത്തരം ഭരണാധികാരികളെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് വീണ്ടും വീണ്ടും മുസ്ലിം നാടുകളിൽ സംഘർഷമുണ്ടാക്കാനുള്ള ശ്രമങ്ങൾ പടിഞ്ഞാറ് ഇനിയും നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് എന്നുകൂടി നാം മനസ്സിലാക്കേണ്ടതാണ്. ഇതിവിടെയുള്ള മാത്രം പ്രശ്നമല്ല. ഒരുപക്ഷെ ഈ ആധുനിക കാലഘട്ടത്തിലെ ഏറ്റവും ചേതോഹരമെന്ന് വിശേഷിപ്പിക്കാൻ സാധിക്കുന്ന അഫ്ഗാനിലെ ധീരായ മുജാഹിദുകളുടെ പോരാട്ടം എന്തുകൊണ്ട് അങ്ങേയറ്റം വേദനാജനകമായ അനുഭവങ്ങൾ മാത്രം നമുക്ക് സമ്മാനിച്ചുകൊണ്ട് കലാശിച്ചു എന്നുകൂടി നാം ആലോചിക്കേണ്ടതാണ്. സോവിയറ്റ് ജംഗരീഡിയുടെ കിരാതമായ മർദ്ദനങ്ങളെയും അവരുടെ സൈന്യത്തെയും വെല്ലുവിളിച്ചുകൊണ്ട് അഫ്ഗാനിലെ ധീരനായ മുജാഹിദുകൾ പോർക്കളത്തിലിറങ്ങിയപ്പോൾ അറബ് നാടുകളിലും ഏഷ്യയിലെയും ആഫ്രിക്കയിലുമുള്ള മുസ്ലിം നാടുകളിലുമൊക്കെയുള്ള ബഹുജനങ്ങളിൽ നല്ലൊരു വിഭാഗം അഫ്ഗാൻ ജിഹാദിന് സാമ്പത്തിക സഹായം മാത്രമല്ല ശാരീരികമായി പോലും അഫ്ഗാൻ ജിഹാദിനെ സഹായിക്കാൻ വേണ്ടി അഫ്ഗാനിസ്ഥാനിലേക്ക് നീങ്ങുകയുണ്ടായി. അങ്ങനെ സോവിയറ്റ് റഷ്യ എന്ന് പറയുന്ന ഒരു സാമ്രാജ്യത്വ ശക്തി അഫ്ഗാനിലെ ധീരരായ മുജാഹിദുകൾക്ക് മുമ്പിൽ അടിയറ പറഞ്ഞുകൊണ്ട് പരാജയം സമ്മതിച്ചുകൊണ്ട് പിൻവലിഞ്ഞെങ്കിലും നമുക്ക് കാണാൻ സാധിക്കുന്നത് അഫ്ഗാനിൽ സമാധാനപൂർണമായ ഒരു ലോകം പണിതുയർത്തപ്പെട്ടില്ല എന്ന് മാത്രമല്ല, മുജാഹിദുകൾ പരസ്പരം തമ്മിലടിക്കുന്ന വേദനാജനകമായ കാഴ്ച നമുക്ക് കാണാൻ സാധിക്കുന്നു. എന്തുകൊണ്ട് അഫ്ഗാനിലെ മുജാഹിദുകൾ തമ്മിലടിച്ചു എന്നതിന്റെ കാരണങ്ങൾ ഒരുപക്ഷെ ഇപ്പോഴും അവിടെ നിലനിൽക്കുന്ന സംഘർഷങ്ങൾ അവസാനിച്ചതിന് ശേഷം ഒരു ചരിത്ര വിദ്യാർത്ഥി കൂടുതൽ പഠിക്കുകയാണ് എങ്കിൽ ഈ സംഘർഷത്തിന്റെയും ഛിദ്രതയുടെയും പിന്നിൽ കൂടി പാശ്ചാത്യ ശക്തികളുടെ ആസൂത്രിതമായ ശ്രമമുണ്ട് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. അഫ്ഗാനിലെ മുജാഹിദുകളിൽ നല്ലൊരു വിഭാഗത്തെ അടർത്തിയെടുക്കാനും അവർക്കിടയിൽ ഇവിടെ സൂചിപ്പിച്ചതുപോലെ മതേതരവൽക്കരണത്തിന്റെയും അതുപോലെ തന്നെ പാശ്ചാത്യവൽക്കരണത്തിന്റെയും ചിന്തകൾ സന്നിവേശിപ്പിക്കാനും അഫ്ഗാൻ യുദ്ധം അരങ്ങേറുന്ന കാലഘട്ടത്തിൽ തന്നെ പടിഞ്ഞാറിന് ഒരു കാലഘട്ടത്തിൽ സാധിച്ചിട്ടുണ്ട്. മാത്രമല്ല, അഫ്ഗാനിൽ ഇസ്ലാമിക വൽക്കരണത്തിന് വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ശക്തികളെ എല്ലാ അർത്ഥത്തിലും ഒറ്റപ്പെടുത്താനുള്ള നീക്കങ്ങൾക്കും പാശ്ചാത്യർ ഈ കാലഘട്ടത്തിലെ ശ്രമം നടത്തിയിട്ടുണ്ട്. ഇങ്ങനെ മുസ്ലിം സമൂഹത്തിൽ ഛിദ്രത ഉണ്ടാക്കിയതിന്റെ അനന്തരഫലമായി എന്ത് സംഭവിച്ചു എന്ന് ചോദിച്ചാൽ, ഈ നൂറ്റാണ്ടിലെ ജനങ്ങൾ ഒന്നടങ്കം തന്നെ ഇസ്ലാമിനെ കുറിച്ചുള്ള പ്രതീക്ഷകൾ ജനങ്ങൾക്കൊന്നടങ്കം തന്നെ ഒരർത്ഥത്തിൽ നഷ്ടപ്പെട്ടു പോവുകയുണ്ടായി. അഫ്ഗാനിലെ ജിഹാദ് വിജയിക്കുകയും ഒരു രാഷ്ട്രമായി, ഒരു മാതൃകാ ഇസ്ലാമിക രാഷ്ട്രമായി അഫ്ഗാനിസ്ഥാൻ മാറുകയും ചെയ്തിരുന്നുവെങ്കിൽ ആധുനിക കാലഘട്ടത്തിൽ ഏറ്റവും വലിയ സാമ്രാജ്യത്വ ശക്തികളെ വെല്ലുവിളിച്ചുകൊണ്ട് വെല്ലുവിളിച്ച് അവരെ ചെറുത്തു തോൽപ്പിച്ചുകൊണ്ട് അഫ്ഗാനിൽ ധീരരായ മുജാഹിദുകൾ നേടിയ ഈ വിജയത്തിന്റെ അനന്തരഫലമെന്നോണം ആധുനിക ലോകത്ത് സ്വന്തമായി നിലയുറപ്പിക്കുന്ന ഒരു രാഷ്ട്രമായി മാറാൻ അഫ്ഗാനിന് സാധിച്ചു വരുന്നുവെങ്കിൽ ലോകത്തെങ്ങുമുള്ള ജനസമൂഹങ്ങൾ ഇസ്ലാമിനെ പ്രതീക്ഷയോടുകൂടി, ഇസ്ലാമിനെ കൂടുതൽ കൂടുതൽ പ്രത്യാശയോടുകൂടി സമീപിക്കുമായിരുന്നു. ഇസ്ലാമിനെ അങ്ങനെ സമീപിക്കുന്നതിൽ നിന്ന് തടഞ്ഞു നിർത്താൻ പാശ്ചാത്യ ശക്തികൾ അഫ്ഗാനിലെ ധീരായ മുജാഹിദുകൾക്കിടയിൽ ഛിദ്രതയും സംഘർഷവും വിധിച്ചുകൊണ്ട് എന്നും അഫ്ഗാനിസ്ഥാനെ ഒരു പ്രശ്നമാക്കി മാറ്റിയിരിക്കുന്നു. ഇതൊരു അഫ്ഗാനിസ്ഥാന്റെ മാത്രം കഥയല്ല, അല്ലെങ്കിൽ ഇതൊരു ഇറാഖിലെ തലതിരിഞ്ഞ സദ്ദാം ഹുസൈനെ മാത്രം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് നടത്തിക്കൊണ്ടിരിക്കുന്ന പരിശ്രമങ്ങളല്ല. ഇതുപോലെയുള്ള പല ശ്രമങ്ങളും ലോകത്തിന്റെ പല ഭാഗങ്ങളിലും
ഇന്നും അരങ്ങേറുന്നുണ്ട് എന്നുകൂടി നാം മനസ്സിലാക്കേണ്ടതാണ്. ശാന്തതയും സമാധാനവും നിലനിൽക്കുന്ന, ഒരു പരിധിവരെ മുസ്ലിം ജനസമൂഹത്തിന് പ്രതീക്ഷകൾ പകർന്നു തന്ന സുഡാൻ പോലെയുള്ള രാജ്യങ്ങളിൽ ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങളും ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്ന സംഭവങ്ങളുമൊക്കെ അടിവരയിടുന്നതും പാശ്ചാത്യ ഗൂഢാലോചനയെക്കുറിച്ചുള്ള തിരിച്ചറിവ് തന്നെയാണ്. സുഡാനിലെ ഭരണാധികാരിയെ ഒരർത്ഥത്തിൽ അദ്ദേഹത്തിന്റെ കൂടെ നിന്നുകൊണ്ട് സുഡാൻ എന്ന് പറയുന്ന ആഫ്രിക്കൻ രാഷ്ട്രത്തെ ഇസ്ലാമികവൽക്കരിക്കാൻ ഡോക്ടർ ഹസൻ ദുറാബി മുന്നോട്ട് വന്നപ്പോൾ സുഡാനിനെ ഭീകര രാഷ്ട്രങ്ങളുടെ പട്ടികയിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് ഒറ്റപ്പെടുത്താനും അങ്ങനെ സുഡാനിനെതിരെ കിരാതമായ ആക്രമണങ്ങൾ അടിച്ചുവിടാനും പടിഞ്ഞാറ് മുന്നോട്ട് വരികയുണ്ടായി. ബിൻ ലാദന്റെയും മറ്റുമൊക്കെ പേരുപയോഗപ്പെടുത്തിക്കൊണ്ട് സുഡാനിലെ പാവപ്പെട്ട ജനസമൂഹങ്ങൾക്ക് മരുന്ന് നിർമ്മിക്കാൻ വേണ്ടി നിർമ്മിച്ച ഫാക്ടറികൾക്കെതിരെ അമേരിക്ക ഒരു സുപ്രഭാതത്തിൽ കിരാതമായ ബോംബാക്രമണം അഴിച്ചുവിടുകയുണ്ടായി. ഇങ്ങനെയുള്ള ആക്രമണങ്ങളിലൂടെ സുഡാൻ ഭരണാധികാരിയായ ഉമറുൽ ബഷീറിനെ ഹസൻ ദുറാബി എന്ന് പറയുന്ന അവിടെയുള്ള ഇസ്ലാമിക വൽക്കരണത്തിന് പരിശ്രമിക്കുന്ന വ്യക്തിയുടെ സ്വാധീനത്തിൽ നിന്നും അടർത്തി മാറ്റാനായിരുന്നു പാശ്ചാത്യർ ശ്രമിച്ചത്. പാശ്ചാത്യരുടെ ആ ശ്രമം ഇന്ന് ഒരു പരിധിവരെ വിജയിച്ചിരിക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. സമ്പൂർണ്ണമായി വിജയിച്ചു എന്ന് നമുക്ക് പറയാൻ സാധ്യമല്ല എങ്കിലും ഒരുപക്ഷെ സുഡാനിൽ മറിച്ചൊരു അനുഭവം ആവർത്തിക്കാൻ സാധ്യതയുണ്ട് എങ്കിലും പ്രത്യക്ഷത്തിൽ പാശ്ചാത്യർക്ക് സുഡാനിലെ ഈ രണ്ടാളുകളെയും പരസ്പരം തെറ്റിക്കാൻ, അങ്ങനെ പരസ്പരം അവർക്കിടയിലെ ഛിദ്രതയും അഭിപ്രായ ഭിന്നതകളും സൃഷ്ടിക്കാൻ പടിഞ്ഞാറിന് സാധിച്ചിരിക്കുന്നു. ഛിദ്രതയിലൂടെയും സംഘർഷത്തിലൂടെയും മുസ്ലിം ജനസമൂഹത്തിനിടയിൽ പ്രശ്നങ്ങൾ സൃഷ്ടിക്കാനുള്ള ശ്രമങ്ങളാണ് ഇസ്ലാമിന്റെ ഭാവിയുടെ ഉയർത്തെഴുന്നേൽപ്പ് തടയാൻ വേണ്ടി പാശ്ചാത്യരിന് സ്വീകരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാമത്തെ തന്ത്രം. രണ്ടാമത്തെ തന്ത്രം, ഇസ്ലാമിന്റെ മുസ്ലിങ്ങളുടെ കൂട്ടത്തിൽ തന്നെയുള്ള ചില ആളുകളെ വാടകക്കെടുത്തുകൊണ്ട്, ചില ആളുകളെ പണം നൽകിയും മറ്റു പല സൗകര്യങ്ങൾ വാഗ്ദാനം ചെയ്തും പ്രലോഭിപ്പിച്ചുകൊണ്ടും പ്രകോപിപ്പിച്ചുകൊണ്ടും അവരെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഇസ്ലാമിനെ ഒരു ഭീകരമതമാക്കി മാറ്റാനുള്ള പരിശ്രമവും ഇന്ന് പടിഞ്ഞാറ് യഥാർത്ഥത്തിൽ നടത്തുന്നുണ്ട്. മുസ്ലിം നാടുകളിൽ പല നാടുകളിലും തങ്ങളുടെ നാട്ടിലെ ജനസമൂഹങ്ങൾ അനുഭവിക്കുന്ന ചൂഷണത്തിനും മർദ്ദനത്തിനുമെതിരെ ജനങ്ങൾ പോരാടുന്നുണ്ട് എന്നത് സത്യമാണ്. ഫലസ്തീനിലും അതുപോലെയുള്ള മുസ്ലിം നാടുകളിലുമൊക്കെ മർദ്ദനത്തിനെതിരെയും ആക്രമണത്തിനെതിരെയും ജനങ്ങൾ ധീരായ പോരാട്ടത്തിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ ഈ പോരാട്ടത്തിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്ന ജനങ്ങളെല്ലാം തന്നെ ഭീകരന്മാരും മതഭ്രാന്തന്മാരുമാണ് എന്ന് വരുത്തി തീർക്കാൻ വേണ്ടി വാടകയ്ക്ക് ചില ആളുകളെ വിലക്കെടുത്തുകൊണ്ട് ഭീകര പ്രവർത്തനങ്ങൾ പാശ്ചാത്യർ തന്നെ പടിഞ്ഞാറ് തന്നെ ആസൂത്രണം ചെയ്തുകൊണ്ടിരിക്കുന്ന അവസ്ഥ കൂടി ഇന്ന് ലോകത്തെ നിലവിലുണ്ട്. അതിന്റെ ഏറ്റവും നല്ല ചില ഉദാഹരണങ്ങൾ നമുക്ക് പാശ്ചാത്യരുടെ മറ്റൊരു പതിപ്പ് എന്ന് വിശേഷിപ്പിക്കാൻ സാധിക്കുന്ന സോവിയറ്റ് റഷ്യയുടെ പിന്മുറക്കാരനായ യെൽസിൻ ചെയ്തതായി കാണാൻ സാധിക്കുന്നു. ചെച്നിയയിലെ ധീരനായ മുസ്ലിങ്ങൾ വിമോചന പോരാട്ടത്തിലേർപ്പെട്ടപ്പോൾ സോവിയറ്റ് റഷ്യക്ക് ചെച്നിയ മുസ്ലിങ്ങൾക്കെതിരെ കിരാതമായ ക്രൂരമായ ആക്രമണങ്ങൾ അഴിച്ചുവിടേണ്ടത് ഒരാവശ്യമായിരുന്നു. പക്ഷേ എങ്ങനെ ആക്രമണം അഴിച്ചുവിടുമെന്ന് ചിന്തിച്ചപ്പോൾ അവർ കണ്ടെത്തിയ ഏറ്റവും നല്ല തന്ത്രം മോസ്കോവിലെ തെരുവുകളിലും മോസ്കോവിലെ വലിയ വലിയ കെട്ടിടങ്ങളിലുമൊക്കെ ബോംബ് സ്ഫോടന പരമ്പരകൾ റഷ്യയുടെ ചാരസംഘടനയായ KGB തന്നെ സംഘടിപ്പിക്കുകയുണ്ടായി. അങ്ങനെ പത്രങ്ങളിലെല്ലാം വാർത്ത വന്നു, മോസ്കോവിൽ സ്ഫോടന പരമ്പര, സ്ഫോടനത്തിന് പിന്നിൽ ചെച്നിയൻ ഭീകരന്മാർ എന്ന് പറഞ്ഞുകൊണ്ട് പത്രങ്ങളിലെല്ലാം തന്നെ വാർത്തകൾ വന്നു. ഈ വാർത്ത വന്നതോടുകൂടി എന്ത് സംഭവിച്ചു? ലോകത്തുള്ള സമാധാന കക്ഷികളും ലോകത്തുള്ള നീതിയിൽ വിശ്വസിക്കുന്നവരുമായ ബഹുജനങ്ങൾ ഒന്നടങ്കം തന്നെ ചെച്നിയയിലെ ധീരായ മുജാഹിദുകൾ ഒന്നിനും പറ്റാത്ത ക്രൂരന്മാരായ ഭീകരന്മാരാണ് എന്ന് തെറ്റിദ്ധരിച്ചു. ഈ തെറ്റിദ്ധാരണ സൃഷ്ടിച്ചതിന് ശേഷം സോവിയറ്റ് റഷ്യ ചെച്നിയക്ക് നേരെ ബോംബ് സ്ഫോടനങ്ങളും വിമാനാക്രമണങ്ങളും ഒക്കെ അഴിച്ചുവിടുകയായിരുന്നു എന്ന് നാം മനസ്സിലാക്കേണ്ടതാണ്. ഇതിനെ നിരൂപണം ചെയ്ത് വിശകലനം ചെയ്ത് ചില പത്രപ്രവർത്തകർ തന്നെ അഭിപ്രായപ്പെടുകയുണ്ടായി. മോസ്കോവിൽ ബോംബ് സ്ഫോടന പരമ്പരകൾ സംഘടിപ്പിച്ചത് യഥാർത്ഥത്തിൽ ചെച്നിയം പോരാളികളായിരുന്നില്ല, മറിച്ച് ചെച്നിയക്കെതിരെ ബോംബാക്രമണം അഴിച്ചുവിടാൻ ഒരു ന്യായം ലഭിക്കാൻ വേണ്ടി റഷ്യയുടെ ചാരസംഘടനയായ KGB തന്നെയായിരുന്നു ഈ സ്ഫോടന പരമ്പരകൾ ആസൂത്രണം ചെയ്തത് എന്ന് ചില പത്രപ്രവർത്തകരെ അഭിപ്രായപ്പെടുകയുണ്ടായി. ഇതൊരു ചെച്നിയയുടെ മാത്രം കഥയില്ല എന്നുകൂടി നാം മനസ്സിലാക്കേണ്ടതാണ്. ലോകത്തിന്റെ പല ഭാഗത്തും ഇങ്ങനെ ഭീകരപ്രവർത്തകരെയും വാടക കൊലയാളികളെയും വിലക്കെടുത്തുകൊണ്ട് മുസ്ലിങ്ങളെ വികൃതരായി ചിത്രീകരിക്കാനുള്ള ശ്രമങ്ങൾ ഇന്ന് ലോകത്ത് നടക്കുന്നുണ്ട്. എല്ലാ കാലഘട്ടത്തിലും പടിഞ്ഞാറൻ ശക്തികളും അതുപോലെ തന്നെ പാശ്ചാത്യരും ഭരണകൂടങ്ങളും പയറ്റിയ ഒരു തന്ത്രമായി
തന്ത്രമായിരുന്നു ഈ തന്ത്രം എന്നുകൂടി നാം മനസ്സിലാക്കേണ്ടതാണ്. നമ്മുടെ ഇന്ത്യ രാജ്യത്ത് പോലും ഇങ്ങനെയുള്ള തന്ത്രങ്ങൾ ചില ഘട്ടത്തിൽ പകർത്തപ്പെട്ടിട്ടുണ്ട്. കാശ്മീരിൽ മുസ്ലിം ജനസമൂഹത്തെ ഭീകരന്മാരായി ചിത്രീകരിക്കാൻ വേണ്ടി ബിൽ ക്ലിന്റൺ ഇന്ത്യ സന്ദർശിക്കുന്ന സന്ദർഭത്തിൽ തന്നെ കാശ്മീരിലെ നിരായുധരായ നിരാലംബരായ ഒരു പറ്റം സിഖ് കുടുംബത്തിന്റെ നേരെ ഭീകരന്മാർ വെടിയാക്രമണം അടിച്ചുവിട്ട വാർത്ത പത്രകോളങ്ങളിലെ വിശദമായി വരികയുണ്ടായി. ഇതിന്റെ കാരണങ്ങളും ഇതിന്റെ യഥാർത്ഥ നിജസ്ഥിതിയും അന്വേഷിച്ച പത്രപ്രവർത്തകർ പിന്നീട് അഭിപ്രായപ്പെടുകയുണ്ടായി. നിരാലംബരും നിരായുധരുമായ ഈ സിഖ് കുടുംബക്കാർക്കെതിരെ വെടി കൊണ്ട് ഉതിർത്തിവിട്ടത് യഥാർത്ഥത്തിൽ കാശ്മീരിലെ ആളുകളായിരുന്നില്ല, കാശ്മീരിലെ മുസ്ലിങ്ങളായിരുന്നില്ല, മറിച്ച് ഇന്ത്യ രാജ്യത്തിന്റെ തന്നെ പോലീസ് ഉദ്യോഗസ്ഥന്മാരും സൈനികോദ്യോഗസ്ഥന്മാരായിരുന്നുവെന്ന് ഞാൻ പറയുന്നതല്ല. ഏതോ ഒരു മതമൗലികവാദിയാണ് എന്ന് ജനം തെറ്റിദ്ധരിക്കാൻ സാധ്യതയുള്ള ഏതോ ഒരു ഇസ്ലാമിക പ്രസ്ഥാനത്തിന്റെ വക്താവിന്റെ പ്രസ്താവനയല്ല ഇത്, മറിച്ച് നിഷ്പക്ഷമായി ഇതിന്റെ നിജസ്ഥിതി അന്വേഷിച്ച മനുഷ്യാവകാശ ഏജൻസികളും മനുഷ്യാവകാശ പ്രവർത്തകരുമൊക്കെ ഈ സംഭവം അനാവരണം ചെയ്യുകയുണ്ടായി. മുസ്ലിം ജനസാമാന്യത്തെ ഈ അർത്ഥത്തിൽ ഒറ്റപ്പെടുത്താനുള്ള ശ്രമങ്ങളാണ് മറ്റൊരു ഭാഗത്തെ രണ്ടാമത്തെ തന്ത്രമെന്ന നിലയ്ക്ക് പടിഞ്ഞാറൻ പാശ്ചാത്യ ശക്തികളും നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഭീകരന്മാരായിട്ടും മതഭ്രാന്തന്മാരുമായിട്ടും അവരെ ചിത്രീകരിക്കാൻ വേണ്ടി അവരുടെ ഇടയിൽ തന്നെ നുഴഞ്ഞു കയറിക്കൊണ്ട് പല അർത്ഥത്തിലുമുള്ള ശ്രമങ്ങൾ വർത്തമാനകാലത്തിലെ ഇസ്ലാമിന്റെ ഉദയത്തെ ഇല്ലാതാക്കാൻ വേണ്ടി ഇന്നിവിടെ അരങ്ങേറിക്കൊണ്ടിരിക്കുന്നു എന്ന് ചുരുക്കം. അതേപോലെ തന്നെ ചാര ഏജന്റുമാരെയും തങ്ങളുടെ സൈനികോദ്യോഗസ്ഥന്മാരെയും ഒക്കെ ഇസ്ലാമിക ചേരിയിൽ നുഴഞ്ഞു കയറ്റിക്കൊണ്ടും ഇസ്ലാമിനെതിരെയുള്ള ഈ പോരാട്ടത്തെ ശക്തിപ്പെടുത്താൻ പടിഞ്ഞാറും സൈനികവും മുന്നോട്ട് വരുന്നുണ്ട്. ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് ഹിസ്ബുള്ളയുടെ പോരാളികൾ പിടിച്ച ഒരു ഇസ്രായേൽ സൈനിക ഉദ്യോഗസ്ഥനെ കുറിച്ചുള്ള വാർത്തകൾ നാം പത്രകോളങ്ങളിൽ വായിക്കുകയുണ്ടായി. ഹിസ്ബുള്ള എന്ന് പറയുന്ന ധീരരായ ഈ കാലഘട്ടത്തിലെ അഫ്ഗാനിലെ മുജാഹിദുകളെ പോലെ ചരിത്രത്തിൽ മറ്റൊരു ധീരതയുടെ അധ്യായം തുന്നിച്ചേർത്ത ഹിസ്ബുള്ളയുടെ പോരാളികൾ ലബനാനിൽ നിന്നും ഇസ്രായേൽ സേനയെ കെട്ടുകെട്ടിച്ചതിന് ശേഷം ഇസ്രായേലിലെ ചില സൈനികോദ്യോഗസ്ഥന്മാർ തന്നെ വളരെ ആസൂത്രിതമായി ഈ ഹിസ്ബുള്ള പോരാളികളുടെ ഉള്ളിലേക്ക് നുഴഞ്ഞു കയറാനുള്ള ശ്രമം നടത്തിയെങ്കിലും അത് പിടിക്കപ്പെട്ടു. ഇതൊരു ഹിസ്ബുള്ളയുടെ മാത്രം കഥയല്ല. ആധുനിക കാലഘട്ടത്തിൽ മുസ്ലിം നാടുകളിലും ഈ അറബ് രാഷ്ട്രങ്ങളിലും അതുപോലെ തന്നെ ആഫ്രിക്കയിലെയും മുസ്ലിം നാടുകളിലൊന്നടങ്കം തന്നെ ഇസ്ലാമിക നവജാഗരണത്തിന്റെ അതിശക്തമായ പ്രവാഹം തന്നെ ഉതിർത്തുവിട്ട ഷഹീദ് ബന്നയുടെ അൽ ഇഖ്വാനുൽ മുസ്ലിമൂനിന്റെ ഉള്ളിൽ പോലും അതിന്റെ നേതൃതലത്തിൽ പോലും ചില പാശ്ചാത്യ ഏജന്റുമാർ നുഴഞ്ഞു കയറി എന്ന ചില സംഭവങ്ങൾ അടുത്ത കാലത്ത് പത്രങ്ങളിലെ പുറത്തു വന്നിട്ടുണ്ട്. എല്ലാ ഇസ്ലാമിക പ്രസ്ഥാനങ്ങളിലും അതുപോലെ തന്നെ ഇസ്ലാമിക അണികൾക്കിടയിലും ഈ അർത്ഥത്തിലുള്ള നുഴഞ്ഞുകയറ്റം വളരെ ആസൂത്രിതമായി നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഒരു കാലഘട്ടത്തിൽ കമ്മ്യൂണിസത്തെ തകർക്കാൻ ഇതായിരുന്നു പാശ്ചാത്യർ സ്വീകരിച്ച തന്ത്രം. ഇതേ തന്ത്രം ഇന്ന് ഇസ്ലാമിനെതിരെയും ഇസ്ലാമിക അണികൾക്കിടയിൽ ഇങ്ങനെയുള്ള ചില ആളുകളെ നുഴഞ്ഞുകയറ്റിക്കൊണ്ട് ഇസ്ലാമിനെ നശിപ്പിക്കാനുള്ള ശ്രമവും അരങ്ങേറിക്കൊണ്ടിരിക്കുന്നു. മൂന്നാമതായി ഇസ്ലാമിനെ നശിപ്പിക്കാൻ പാശ്ചാത്യർ സ്വീകരിച്ചിരിക്കുന്ന മറ്റൊരു തന്ത്രം മുസ്ലിം ജനസാമാന്യത്തെ ഇസ്ലാമിക വിപ്ലവ ബോധത്തിൽ നിന്നും ഇസ്ലാമികമായ നവജാഗരണത്തിൽ നിന്നും തടഞ്ഞു നിർത്താൻ വേണ്ടി അവരെ സുഖലോലുപതയുടെയും ആഡംബരത്തിന്റെയും അതുപോലെ തന്നെ ജീർണതയുടെയും സംസ്കാരത്തിൽ തളച്ചിടാനുള്ള ശ്രമം കൂടി ഇന്ന് പടിഞ്ഞാറ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ആഗോളവൽക്കരണത്തെ തുടർന്ന് ലോകത്തെങ്ങുമുള്ള മീഡിയകളും വാർത്താ മാധ്യമങ്ങളും കൈയടക്കിയിരിക്കുന്ന പാശ്ചാത്യ ശക്തികൾ നമ്മുടെ വീടിന്റെ അകത്തളങ്ങളിലേക്ക് അവരുടെ ഏറ്റവും വലിയ പ്രചാരണായുധമായ വാർത്താ മാധ്യമ ഉപകരണമായ ടിവിയും കേബിൾ ശൃംഖലകളുമൊക്കെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് മുസ്ലിം ചെറുപ്പക്കാരെയും മുസ്ലിം യുവതികളെയുമൊക്കെ വഴിതെറ്റിക്കാനുള്ള ബോധപൂർവമായ ശ്രമം ഇത് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. പാശ്ചാത്യരുടെ സാംസ്കാരിക അധിനിവേശമാണ് പാശ്ചാത്യരുടെ സൈനികാധിനിവേശത്തെക്കാളും മുസ്ലിം ജനസാമാന്യത്തെ സംബന്ധിച്ചിടത്തോളം ഇന്ന് ഏറ്റവും വലിയ പ്രശ്നം. കാരണം സൈനികാധിനിവേശത്തെ നിരായുധരായ പോരാളികൾക്ക് പോലും കേവലം കല്ലുകൾ കൊണ്ട് നേരിടാൻ സാധിക്കുമെന്ന് ഇവിടെയുള്ള ഖുദ്സിലെ ചെറുപ്പക്കാരും വിദ്യാർത്ഥികളും തെളിയിച്ചു കഴിഞ്ഞു. സൈനികാധിനിവേശം എന്ന് പറയുന്നത് നേരിട്ടുള്ള പോരാട്ടമാണ്. ഈ പോരാട്ടത്തെ നേരിടാൻ ഏത് കാലഘട്ടത്തിലും ധീരരായ ഇസ്ലാമിന്റെ ചുണക്കുട്ടികൾക്ക് സാധിക്കും. പക്ഷേ അവരുടെ മനസ്സിന്റെ അകത്തളത്തിൽ നിന്നും അവരുടെ വിശ്വാസ പ്രമാണത്തെ തന്നെ ചോർത്തിക്കളയുന്ന, അങ്ങനെ
അവരുടെ മനസ്സിന്റെ ഉള്ളിലേക്ക് മലീമസമായ വളരെ വൃത്തികെട്ട വികാരങ്ങൾ മാത്രം ഉതിർത്തിവിടുന്ന ചില സാംസ്കാരിക അധിനിവേശങ്ങൾ, ആ അധിനിവേശത്തെ ചെറുക്കണമെങ്കിൽ അപാരമായ വിശ്വാസം, അചഞ്ചലമായ വിശ്വാസം മുസ്ലിം ജനസാമാന്യത്തിന് ആവശ്യമാണ്. തീർച്ചയായും ഈ കാലഘട്ടത്തിൽ മുസ്ലിം ജനസാമാന്യത്തിന് ഇസ്ലാമിനോടും വിശ്വാസത്തോടുമുള്ള പ്രതിബദ്ധതയാണ് അവരുടെ ഏറ്റവും വലിയ പ്രശ്നമെന്ന് പടിഞ്ഞാറ് മനസ്സിലാക്കിയിട്ടുണ്ട്. ഈ പ്രതിബദ്ധത ഇല്ലാതാക്കണമെങ്കിൽ അവർ സുഖലോലുപതിയുടെ സംസ്കാരത്തിലേക്ക് കൊണ്ടുപോകണം. അവരെ ജീർണിച്ച വൃത്തികെട്ട പാശ്ചാത്യന്റെ വൃത്തികെട്ട ഒരു സംസ്കാരമുണ്ടല്ലോ, മദ്യത്തിന്റെയും പെണ്ണിന്റെയും ഒക്കെ അടിമയായും അതുപോലെ തന്നെ പാശ്ചാത്യർ ഇന്ന് ലോകത്തിന് പകർന്നു കൊടുത്ത വളരെ വൃത്തികെട്ട മലീമസമായ ഒരു സംസ്കാരമുണ്ടല്ലോ, ആ സംസ്കാരത്തെ ലോകത്താസകലം തന്നെ വ്യാപിപ്പിക്കുകയാണ് എങ്കിൽ തീർച്ചയായും അതിലൂടെ മുസ്ലിം ജനസാമാന്യത്തിന്റെ ഈമാനികാവേശത്തെ ചോർത്തിക്കളയാൻ സാധിക്കുമെന്നാണ് പടിഞ്ഞാറെന്ന് മനസ്സിലാക്കിയിരിക്കുന്നത്. ആധുനിക കേബിൾ TV ശൃംഖലകളും ഇന്റർനെറ്റ് പോലെയുള്ള വാർത്താവിനിമയ മാധ്യമങ്ങളുമൊക്കെ ഇന്ന് ഏറ്റെടുത്തിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ദൗത്യം ഇതാണ് എന്ന് നാം സംശയിക്കേണ്ടിയിരിക്കുന്നു. മുസ്ലിം നാടുകളിലുള്ള നിലവിലുള്ള ചെറുപ്പക്കാരെ വഴിതെറ്റിക്കാൻ സാധിച്ചിട്ടില്ലെങ്കിൽ അവരുടെ പിൻഗാമികളെയെങ്കിലും അവരുടെ വീടുകളിൽ വളർന്നു വരുന്ന നാളെയുടെ ഇസ്ലാമിക നവജാഗരണത്തിന്റെ വക്താക്കളെയെങ്കിലും ഇസ്ലാമിക വിശ്വാസ പ്രമാണത്തിൽ നിന്നും വ്യതിചലിപ്പിക്കാൻ സാധിക്കുമല്ലോ എന്നാണ് ഇന്ന് പടിഞ്ഞാറ് സംശയിച്ചു കൊണ്ടിരിക്കുന്നത്. അതിനുവേണ്ടിയുള്ള വളരെ ബോധപൂർവമായ നീക്കങ്ങൾ ഇന്ന് ലോകത്തരങ്ങേറിക്കൊണ്ടിരിക്കുന്നു. ഈ സന്ദർഭത്തിൽ ഞാൻ ഓർത്തുപോവുകയാണ്, ഖുദ്സിന്റെ പ്രശ്നത്തിൽ മുസ്ലിം സമൂഹത്തിന്റെ കൂടെ ധീരരായി നിലയുറപ്പിച്ച ഒരു മുസ്ലിം ഭരണാധികാരിയെ വെടിതെറ്റിക്കാൻ അന്നത്തെ സയനിസ്റ്റ് ശക്തികൾ സുന്ദരിയായ ഒരു പെണ്ണിനെയായിരുന്നു നിയോഗിച്ചത്. ഇങ്ങനെ പെണ്ണിനെയും മദ്യത്തെയും ആഡംബര സംസ്കാരത്തെയും ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഏത് ജനസമൂഹത്തെയും തങ്ങളുടെ ദൗത്യത്തിൽ നിന്ന് വ്യതിചലിപ്പിക്കാൻ ഇസ്ലാമിന്റെ ശത്രുക്കൾ ശ്രമിച്ചിട്ടുണ്ട്. ആ ശ്രമം കൂടി ഇന്ന് നടന്നുകൊണ്ടിരിക്കുകയാണ്. നാലാമതായി, മുസ്ലിം നാടുകളിൽ ഒന്നടങ്കം തന്നെ സാമ്പത്തിക പ്രശ്നങ്ങൾ സൃഷ്ടിച്ചുകൊണ്ട്, മുസ്ലിം നാടുകളിൽ ഒന്നടങ്കം തന്നെ ആ അർത്ഥത്തിലുള്ള സാമ്പത്തികമായ പ്രയാസങ്ങളും പ്രതിസന്ധികളും ഒക്കെ സൃഷ്ടിച്ചുകൊണ്ടുമുള്ള നീക്കങ്ങൾ ഇന്ന് ലോകത്ത് അരങ്ങേറുന്നുണ്ട്. മുസ്ലിം നാടുകളിലുള്ള ഭരണാധികാരികളെ അവർക്ക് ലഭിക്കാൻ സാധ്യതയുള്ള സമ്പത്തിന്റെ സൗകര്യങ്ങളെ കുറിച്ച് മോഹന വാഗ്ദാനങ്ങളിൽ തളച്ചിടുമ്പോൾ തന്നെ മുസ്ലിം ജനസാമാന്യങ്ങളെയും അതുപോലെ തന്നെ ആധുനിക ഇസ്ലാമിക പ്രസ്ഥാനങ്ങളെയും ഇസ്ലാമിക സംഘങ്ങളെയും സാമ്പത്തികമായി ഒറ്റപ്പെടുത്തിക്കൊണ്ട് അവർക്ക് പ്രവർത്തിക്കാനും അവർക്ക് തങ്ങളുടെ പിൻഗാമികളായ മുസ്ലിം തലമുറയെ ശക്തിപ്പെടുത്താനും ആവശ്യമായ കഴിവും സഹായവും ലഭ്യമാക്കാതിരിക്കാനുമുള്ള ശ്രമങ്ങൾ ഇന്ന് പാശ്ചാത്യർ വളരെ ബോധപൂർവം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇന്ത്യയെ പോലെയുള്ള രാജ്യങ്ങളിൽ ഇസ്ലാമിക വൽക്കരണത്തിന് വേണ്ടി പരിശ്രമിച്ചു കൊണ്ടിരിക്കുന്ന ശക്തികൾക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്ന സാമ്പത്തിക സഹായങ്ങളെല്ലാം റദ്ദ് ചെയ്യാനും അതിനെയൊക്കെ തടയാനുമൊക്കെയുള്ള നീക്കങ്ങളാണ് ഇന്ന് ഇന്ത്യയിൽ ആഭ്യന്തര മന്ത്രാലയമൊക്കെ ഇന്ന് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അമേരിക്കയിൽ നിന്നും സ്വിറ്റ്സർലൻഡിൽ നിന്നും അതുപോലെയുള്ള മറ്റനേകം പാശ്ചാത്യ നാടുകളിൽ നിന്നും ക്രൈസ്തവ ജനസമൂഹത്തിന് ഇഷ്ടം പോലെ പണമൊടുക്കിക്കൊണ്ടിരിക്കുമ്പോൾ ഇസ്ലാമിക പ്രസ്ഥാനങ്ങൾക്കും ഇസ്ലാമിക സംഘങ്ങൾക്കും വിദേശ നാടുകളിൽ നിന്ന് ലഭിക്കാൻ സാധ്യതയുള്ള പണത്തിന്റെ പിന്നാലെ നടന്നുകൊണ്ട് അതിന്റെയൊക്കെ സ്രോതസ്സുകൾ ഇല്ലാതാക്കാനുള്ള ശ്രമം കൂടി ഇത് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. സാമ്പത്തികമായി ഒറ്റപ്പെടുത്തി അങ്ങനെ സാമ്പത്തിക പ്രതിസന്ധികൾ സൃഷ്ടിച്ചും ഇസ്ലാമിക നവജാഗരണത്തെ തടയാനുള്ള ശ്രമം ഇന്ന് അരങ്ങേറിക്കൊണ്ടിരിക്കുന്നു. തീർച്ചയായും ഇസ്ലാമിന്റെ ഭാവി ശോഭനമായി തീരണമെങ്കിൽ, ഇസ്ലാമിന്റെ ഭാവി പ്രശോഭിതമായി തീരണമെങ്കിൽ പടിഞ്ഞാറിന്റെ ഈ കുതന്ത്രങ്ങളെ തിരിച്ചറിഞ്ഞുകൊണ്ടുള്ള ഒരു നീക്കമാണ് നാം ഈ കാലഘട്ടത്തിൽ നടത്തേണ്ടത്. ആധുനിക കാലഘട്ടത്തിൽ മുസ്ലിം ജനസാമാന്യത്തെ രണ്ടായി പകുത്തുകൊണ്ട് മതേതരവൽക്കരണത്തിന്റെ വക്താക്കളെ തോളിലേറ്റിക്കൊണ്ട് യഥാർത്ഥ ഇസ്ലാമിന്റെ വക്താക്കളെ ഒറ്റപ്പെടുത്താൻ പടിഞ്ഞാറ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഈ ചരിത്രഘട്ടത്തിൽ ഇസ്ലാമിന്റെ ഭാവി ശോഭനമാവണമെന്ന് ആഗ്രഹിക്കുന്ന ഈ നാട്ടിലുള്ള ഓരോ ചെറുപ്പക്കാരന്റെയും ഓരോ മുസ്ലിമിന്റെയും ഏറ്റവും പ്രധാനപ്പെട്ട ബാധ്യത മതേതരവൽക്കരണത്തിന്റെയും പാശ്ചാത്യവൽക്കരണത്തിന്റെയും ഈ ജീർണിച്ച അവശിഷ്ടങ്ങളെ വലിച്ചെറിഞ്ഞുകൊണ്ട് ആധുനിക ഇസ്ലാമിക പ്രസ്ഥാനങ്ങൾ സമർപ്പിച്ചിരിക്കുന്ന ഇസ്ലാമിന്റെ ഈ സമഗ്രതയെ ഉൾക്കൊണ്ടുകൊണ്ട് ആധുനിക ഇസ്ലാമിക പ്രസ്ഥാനങ്ങളുടെ കൂടെ നിലയുറപ്പിക്കുക എന്നതാണ്. ഭാവിയിൽ ഇസ്ലാം നമ്മെ സംബന്ധിച്ചിടത്തോളം ഒരു അനുഗ്രഹമായി മാറിത്തീരണമെങ്കിൽ തീർച്ചയായും മുസ്ലിം ജനസാമാന്യം ഈ അർത്ഥത്തിലുള്ള ഒരു തിരിച്ചുപോക്കിന് ഒന്നാമതായി മുന്നോട്ട് വരേണ്ടിയിരിക്കുന്നു. രണ്ടാമതായി ഇവിടെ സൂചിപ്പിച്ചതുപോലെ മുസ്ലിങ്ങൾക്കിടയിൽ ചിത്രതയും സംഘർഷവും ഉണ്ടാക്കാനുള്ള ബോധപൂർവമായ ശ്രമങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുമ്പോൾ സംഘർഷത്തിന്റെയും ചിത്രതയുടെയും
കൂടെ നിൽക്കുന്നതിന് പകരം ആഭ്യന്തരമായ സംഘർഷത്തിലും അഭിപ്രായ ഭിന്നതകളുടെയും പേരിൽ പരസ്പരം തമ്മിലടിക്കുന്നതിന് പകരം നമ്മുടെ ഉമ്മത്ത് ഒരേക ഉമ്മത്താണ് എന്നും ഇസ്ലാമിന്റെ പേരിൽ അഭിമാനിക്കുന്ന ഒരു ജനതയാണ് എന്നും മനസ്സിലാക്കിക്കൊണ്ട് ഐക്യത്തോടുകൂടിയും ഇണക്കത്തോടുകൂടിയും നിലയുറപ്പിക്കാൻ കൂടി നമുക്ക് സാധിക്കേണ്ടതുണ്ട്. മൂന്നാമതായി ഞാൻ ഇവിടെ സൂചിപ്പിച്ചതുപോലെ പാശ്ചാത്യരുടെ സാംസ്കാരിക അധിനിവേശത്തെ, പാശ്ചാത്യരുടെ സാമ്പത്തിക മേൽക്കോയ്മയെ, ഇതിന് രണ്ടിനെയും ചെറുത്തു തോൽപ്പിക്കാനുള്ള ബോധപൂർവമായ നീക്കങ്ങൾ ഈ സന്ദർഭത്തിൽ ഷെയ്ഖ് യൂസുഫ് അൽ കർനാവി അടുത്ത കാലത്ത് നടത്തിയ പ്രസ്താവന ഇന്ന് ഏറ്റവും കൂടുതൽ പ്രസക്തമായി കൊണ്ടിരിക്കുകയാണ്. മുസ്ലിം ജനസാമാന്യത്തെ സാമ്പത്തികമായി ഒറ്റപ്പെടുത്താൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന പാശ്ചാത്യർക്കെതിരെ സാമ്പത്തികമായ മറ്റൊരു തിരിച്ചടി മുസ്ലിം ജനസമൂഹം നൽകേണ്ടിയിരിക്കുന്നു. പാശ്ചാത്യരുടെ മുഴുവൻ ജീവിതശീലങ്ങളും സ്വീകരിച്ചുകൊണ്ട് അവരുടെ ഖജാനയിൽ ഇസ്ലാമിനെതിരെ ഉപയോഗിക്കാൻ വേണ്ടി, പണം ഒടുകാൻ വേണ്ടി അവരുടെ വസ്തുക്കൾ തന്നെ വാങ്ങി നാം അവരുടെ പിന്നാലെ നടക്കുന്നതിന് പകരം നമുക്ക് സാധ്യമാവുന്ന രൂപത്തിൽ ഒരു ബഹിഷ്കരണത്തിന്റെ രീതി സ്വീകരിച്ചുകൊണ്ട് പടിഞ്ഞാറിന്റെ സാമ്പത്തികമായി നമുക്ക് സാധ്യമാവുന്ന രൂപത്തിൽ പ്രയാസപ്പെടുത്താനും അങ്ങനെ പടിഞ്ഞാറിനെ ബുദ്ധിമുട്ടിക്കാനും നാം തീർച്ചയായും മുന്നോട്ട് വരേണ്ടതുണ്ട്. നാം മനസ്സിലാക്കണം, പടിഞ്ഞാറെന്ന് നിലനിൽക്കുന്നത് തന്നെ അതിന്റെ സാമ്പത്തികമായ ഭദ്രതയിലാണ്. അറബ് രാഷ്ട്രങ്ങളിലുള്ള പെട്രോൾ ഡോളറും അതുപോലെ തന്നെ ഇവിടങ്ങളിലുള്ള സമ്പത്തും ഒക്കെ ചോർത്തിക്കളഞ്ഞ പാശ്ചാത്യർ കൂടുതൽ സാമ്പത്തികമായി ശക്തിയാർജിക്കാൻ വേണ്ടി വളരെ ആസൂത്രിതമായി കൊണ്ടാണ് ഇന്ന് നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. വിശേഷ അമേരിക്ക ഈ സാമ്രാജ്യത്വ ശക്തി മുസ്ലിം ജനസാമാന്യത്തിന് നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ ആക്രമണത്തെ ചെറുത്തു തോൽപ്പിക്കാൻ ഓരോ വിശ്വാസിയും തങ്ങളാലാവുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് സാമ്പത്തികമായ ബഹിഷ്കരണം, അമേരിക്കൻ ഉൽപ്പന്നങ്ങൾക്കും അതുപോലെ തന്നെ ഇസ്ലാം വിരുദ്ധ ശക്തികൾക്ക് സാമ്പത്തിക സഹായമായി മാറാൻ സാധ്യതയുള്ള കമ്പനികൾക്കുമൊക്കെ എതിരായ ധീരമായ ഒരു സമീപനം ഈ കാലഘട്ടത്തിൽ കൂടുതൽ പ്രസക്തമായി കൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ പാശ്ചാത്യരുടെ സാംസ്കാരിക അധിനിവേശം നമ്മുടെ വീടിന്റെ അകത്തളങ്ങളിലേക്ക്, നമ്മുടെ പിൻതലമുറയെപ്പോലും ഇസ്ലാമികമായ ആവേശത്തിൽ നിന്നും പിന്നോട്ട് വലിക്കാൻ സാധ്യതയുള്ള ഈ സാംസ്കാരിക അധിനിവേശത്തെ കുറിച്ച് ബോധവാന്മാരാവുകയും ഈ അർത്ഥത്തിലുള്ള ഒരു നിയന്ത്രണം നാം നമ്മുടെ കുടുംബ ജീവിതത്തിൽ ഉണ്ടാക്കുകയും ചെയ്യേണ്ട കാലം അതിക്രമിച്ചിരിക്കുന്നു. ഇസ്ലാമിന്റെ പേരിൽ അഭിമാനിക്കുന്ന കുറെ ആളുകൾ ലോകത്ത് ജീവിക്കുമ്പോൾ തന്നെ നാളെയും ഇസ്ലാമിന്റെ പേരിൽ അഭിമാനിക്കുന്ന ഒരു തലമുറ ഇവിടെ ഉണ്ടാവണമെങ്കിൽ അവരെ സാംസ്കാരികമായി വികലമാക്കാനും മലീമസമാക്കാനും പരിശ്രമിക്കുന്ന ഈ ശ്രമത്തെ നാം ഈ അർത്ഥത്തിൽ ചെറുത്തു തോൽപ്പിക്കേണ്ടതുണ്ട്. നമ്മുടെ വീട്ടിലും നമ്മുടെ പിൻതലമുറയുടെ മേലും ശക്തമായ ഒരു നിയന്ത്രണം വരുത്തിക്കൊണ്ട് അവരെ ഇസ്ലാമിന്റെ പേരിൽ അഭിമാനിക്കുന്നവരും സുഖലോലുപതയുടെയും ആഡംബരത്തിന്റെയും ജീർണതയുടേതുമായ സംസ്കാരത്തെ വലിച്ചെറിയുന്നവരുമാക്കി മാറ്റാൻ കൂടി നാം മുന്നോട്ട് വരേണ്ടതാണ്. ഇങ്ങനെ മുന്നോട്ട് വന്നാൽ തീർച്ചയായും ഇസ്ലാമിന് ഭാവിയുണ്ട് എന്ന കാര്യത്തിൽ യാതൊരുവിധ സംശയവുമില്ല. ഇസ്ലാമിന്റെ ഭാവി പ്രവചിക്കുക എന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം അത് സാധിക്കുന്ന കാര്യമല്ല. പക്ഷേ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇസ്ലാമിനെ കുറിച്ച് വിശകലനം ചെയ്തുകൊണ്ട് വല്ലാഹു മുത്തിമ്മു നൂരിഹി വലൗ കരിഹൽ കാഫിറൂൻ, തീർച്ചയായും അല്ലാഹുവിന്റെ പ്രകാശത്തെ പൂർത്തീകരിക്കും നിഷേധികൾക്ക് എന്ത് അസഹ്യമായിരുന്നാലും എന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ട്. വല്ലദി, എന്നിട്ട് വിശുദ്ധ ഖുർആൻ വല്ലദി അർസല റസൂലഹു ബിൽ ഹുദാ വദീനിൽ ഹഖ് ലിയുൽഹിറഹു അലദ്ദീനി കുല്ലിഹി വലൗ കരിഹൽ മുശ്രികൂൻ. കാരണം അല്ലാഹു ഇസ്ലാമിനെ ലോകത്തിന് നൽകിയിരിക്കുന്നത്, മനുഷ്യ സമൂഹത്തിന് നൽകിയിരിക്കുന്നത് ഒറ്റപ്പെട്ട് പ്രാന്തവൽക്കരിക്കപ്പെട്ട് അങ്ങനെ സമൂഹത്തിൽ ഒന്നിനും കൊള്ളാത്ത ഒരു ജീവിത സംസ്കാരമായി മാറാൻ വേണ്ടിയല്ല, മറിച്ച് ലോകത്തിന്റെ നിയന്ത്രണം ഏറ്റെടുക്കാൻ വേണ്ടിയാണ് എന്ന് ഖുർആൻ തന്നെ പ്രഖ്യാപിച്ചിരിക്കെ ഇസ്ലാമിന്റെ ഭാവിയെ കുറിച്ച് നാം അസ്വസ്ഥമാകുന്നതിൽ യാതൊരുവിധ അർത്ഥവുമില്ല. തീർച്ചയായും നമ്മെക്കാൾ അസ്വസ്ഥമായ ഒരു സമൂഹത്തിന്റെ ചരിത്രം ഇസ്ലാം നമ്മുടെ മുമ്പിൽ സമർപ്പിക്കുന്നുണ്ട്. പ്രവാചകന്റെ മക്ക കാലഘട്ടത്തിൽ പ്രവാചകന്റെ സമൂഹം അനുഭവിച്ച പ്രയാസങ്ങളും വേദനകളുമായി താരതമ്യം ചെയ്യുമ്പോൾ ആധുനിക ഇസ്ലാമിക സമൂഹം എത്രയോ ഭാഗ്യവാന്മാരാവുന്നു എന്ന് നമുക്ക് തോന്നിപ്പോവും. കാരണം പ്രവാചകന്റെ കാലഘട്ടത്തെക്കാൾ ആ കാലഘട്ടത്തിലെ സമൂഹം അനുഭവിച്ചതുപോലെയുള്ള പ്രയാസങ്ങളൊന്നും നാം ഇന്ന് യഥാർത്ഥത്തിൽ അനുഭവിക്കുന്നില്ല എന്ന് മാത്രമല്ല, എത്രയോ ആളുകൾ ഇസ്ലാമിന്റെ പേരിൽ ദിവസവും അതിശക്തമായ രൂപത്തിൽ രംഗത്ത് വന്നുകൊണ്ടിരിക്കുന്ന വളരെ ചേതോഹാരിതയാർന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഞാൻ ഇവിടെ സൂചിപ്പിച്ചതുപോലെ അറബ് നാടുകളിലുള്ള ബഹുജനങ്ങൾ പോലും ഖുദ്സിന്റെ പ്രശ്നത്തിൽ വളരെ ആവേശകരമായ മുദ്രാവാക്യങ്ങൾ ഉയർത്തിവിട്ടുകൊണ്ട് തെരുവീഥികളിലൂടെ യാതൊരുവിധ വിലക്കുകളും വകവെക്കാതെ പ്രകടനമായി നീങ്ങിയപ്പോൾ ഈ ജനസമൂഹത്തിന്റെ ഇങ്ങനെയുള്ള ഒരാവേശം എവിടെ നിന്ന് ലഭിച്ചു എന്ന് ചോദിച്ചാൽ തീർച്ചയായും അതിന്റെ പിന്നിൽ അള്ളാഹുവിന്റെ എന്തൊക്കെയോ ഉള്ള ഒരു
ഒരു തഖ്ദീറുണ്ട് എന്ന് നാം മനസ്സിലാക്കേണ്ടതാണ്. പക്ഷേ പ്രവാചകന്റെ കാലഘട്ടത്തിൽ പ്രയാസങ്ങളിലൂടെ മുന്നോട്ട് പോയ ഇസ്ലാമിക സമൂഹത്തിന് ലോകത്തിന്റെ നേതൃത്വം തന്നെ ഏറ്റെടുക്കാൻ സാധിച്ചു. കാരണം അവർ കൃത്യമായ ലക്ഷ്യബോധത്തോടുകൂടി കൃത്യമായ പദ്ധതികളോടുകൂടി മുന്നോട്ട് പോയതിന്റെ അനന്തരഫലമായി തീർച്ചയായും നമ്മുടെ സമൂഹവും കൃത്യമായ പദ്ധതിയോടുകൂടി കൃത്യമായ ലക്ഷ്യബോധത്തോടുകൂടി മുന്നോട്ട് പോവുകയാണ് എങ്കിൽ ഇസ്ലാം ലോകത്തിനെ സംബന്ധിച്ചിടത്തോളം ഇസ്ലാം പ്രത്യാശ പകരുന്ന ഒരു മതമായി രംഗത്ത് വരുമെന്ന കാര്യത്തിൽ യാതൊരുവിധ സംശയവുമില്ല. ഈ സന്ദർഭത്തിൽ ഒരു വാക്ക് കേരളത്തിലെ വളരെ പ്രശസ്തനായ ഒരു ഗ്രന്ഥകാരൻ ആധുനിക സമൂഹത്തിന്റെ സംസ്കാരത്തെയും ജീവിതശീലങ്ങളെയും താരതമ്യം ചെയ്തുകൊണ്ട് എഴുതിയ ഒരു വചനം മാത്രം ഞാൻ ഉദ്ധരിക്കുകയാണ്. ഇസ്ലാമിനെ പോലെയുള്ള ഒരു നാഗരികത ഇന്നത്തെ ലോകത്തിന് ആവശ്യമാണ് എന്നാണ് മുതലാളിത്ത ദർശനത്തെയും കമ്മ്യൂണിസത്തെയും വിശകലനം ചെയ്തുകൊണ്ട് അദ്ദേഹം പ്രഖ്യാപിക്കുന്നത്. മുതലാളിത്ത ദർശനത്തിന്റെ വന്യമായ വിജയത്തെ അടിവരയിട്ടുകൊണ്ട് അതിനെ പശ്ചാത്തലമാക്കിക്കൊണ്ട് അദ്ദേഹം എഴുതുകയാണ്, ആപൽക്കരമായ ഈ അവസ്ഥ മാറണമെങ്കിൽ മറ്റൊരു തത്വശാസ്ത്രം ആവശ്യമാണ്. തന്റെ മാത്രം ഭൗതിക സൗകര്യങ്ങളല്ല ജീവിത ലക്ഷ്യം എന്ന് പഠിപ്പിക്കുന്ന തന്റെ മാത്രം ഭൗതിക സൗകര്യങ്ങളല്ല ജീവിത ലക്ഷ്യം എന്ന് പഠിപ്പിക്കുന്ന തത്വശാസ്ത്രമാണ് ഈ കാലഘട്ടത്തിന് ആവശ്യം. പ്രകൃതിയുടെ പരിമിതിയെയും പരിമിത വിഭവങ്ങൾ നീതിപൂർവം മനുഷ്യർക്കും മറ്റ് ജീവജാലങ്ങൾക്കും പ്രകൃതിക്ക് തന്നെയും പങ്കുവെക്കേണ്ടതിനെയും കുറിച്ച് ബോധവാന്മാരാകേണ്ടതിന്റെയും നിത്യ മത്സരങ്ങൾക്ക് പകരം സഹകരണവും സഹാനുഭൂതിയും പ്രകടിപ്പിക്കേണ്ടതിന്റെയും ആവശ്യകത അഥവാ അനുപേക്ഷണീയത അംഗീകരിക്കുന്ന തത്വശാസ്ത്രമാണ് ആവശ്യം. ഇത് കേരളത്തിലെ വളരെ അത്രയൊന്നും പ്രശസ്തനല്ലാത്ത ഒരു വ്യക്തി മുതലാളിത്ത ദർശനത്തെ വിശകലനം ചെയ്തുകൊണ്ട് എഴുതിയ ഒരു വചനമാണ്. അദ്ദേഹം സമ്മതിക്കുന്നത് ഈ ലോകത്ത് ഒരു പുതിയ തത്വശാസ്ത്രം ആവശ്യമാണ് എന്നാണ്. പരസ്പര സഹകരണത്തിന്റെ സഹാനുഭൂതിയുടെ വികാരങ്ങൾ പങ്കുവെക്കുന്ന തത്വശാസ്ത്രം, പ്രകൃതിയെ ചൂഷണം ചെയ്യുന്നതിന് പകരം മനുഷ്യരെയും പ്രകൃതിയെയും പരസ്പരം ബന്ധിപ്പിക്കുന്ന തത്വശാസ്ത്രം, തന്റെ മാത്രം ജീവിത സൗകര്യങ്ങളെ കുറിച്ച് ചിന്തിക്കുന്നതിന് പകരം സമൂഹത്തിന്റെ മൊത്തം നന്മയിൽ താല്പര്യമുള്ള ഒരു തത്വശാസ്ത്രം ആവശ്യമാണ് എന്ന് അദ്ദേഹം പ്രകടിപ്പിക്കുന്നു. ഇത് അദ്ദേഹത്തിന്റെ മാത്രം വികാരമാണ് എന്നല്ല ഞാൻ അഭിപ്രായപ്പെടുന്നത്. ഇന്ന് ലോകത്തുള്ള മഹാഭൂരിഭാഗം ആളുകളും ലോകത്തിന്റെ പല ഭാഗങ്ങളിൽ വിവിധ ഭാഷകളിൽ വിവിധ രൂപത്തിൽ എഴുതപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഖണ്ഡങ്ങളിലും നടത്തപ്പെട്ടുകൊണ്ടിരിക്കുന്ന പ്രഭാഷണങ്ങളിലുമെല്ലാം തന്നെ ആധുനിക സമൂഹം എത്തിപ്പെട്ടിരിക്കുന്ന നിസ്സഹായതയെ അടിവരയിട്ടുകൊണ്ട് അതിനെ പശ്ചാത്തലമാക്കിക്കൊണ്ട് ലോകത്തിന് വെളിച്ചമായി ഒരു പുതിയ ദർശനം, ഒരു പുതിയ സംസ്കാരം ആവശ്യമാണ് എന്ന് ആഗ്രഹിക്കുകയാണ്. തീർച്ചയായും ഈ ആഗ്രഹത്തെ പൂർത്തീകരിക്കാൻ ലോകത്താർക്കെങ്കിലും സാധിക്കുമെങ്കിൽ അത് ഇസ്ലാമിന് മാത്രമാണ്. മറ്റൊരു മതത്തിനും തങ്ങളുടെ മതത്തിന്റെ അടിസ്ഥാനത്തിൽ ഉള്ള ഒരു പുതിയ സാമൂഹിക ക്രമത്തെ സൃഷ്ടിക്കാൻ ലോകത്ത് സാധ്യമല്ല. ഇന്ത്യയിലെ ഹൈന്ദവതയ്ക്ക് ഹൈന്ദവ മതത്തിന്റെ അടിസ്ഥാനത്തിലുള്ള ഒരു സാമൂഹിക ക്രമം സൃഷ്ടിക്കാൻ സാധ്യമല്ല. മറിച്ച് ഇന്ത്യയിലെ ഹൈന്ദവത ഇന്ന് മുതലാളിത്തത്തിന്റെയും സോഷ്യലിസത്തിന്റെയും ജനാധിപത്യത്തിന്റെയും ഒക്കെ വ്യത്യസ്ത രൂപങ്ങൾ ഒരുപോലെ സ്വീകരിച്ചുകൊണ്ടുള്ള ഒരു പ്രത്യേക സങ്കര ഇനം സാമൂഹിക ക്രമത്തെ സൃഷ്ടിക്കാനാണ് പരിശ്രമിച്ചു കൊണ്ടിരിക്കുന്നത്. പാശ്ചാത്യ നാടുകളിലുള്ള ക്രൈസ്തവ മതം പടിഞ്ഞാറൻ മുതലാളിത്ത സാമൂഹിക ക്രമത്തെ സൃഷ്ടിക്കാനാണ് പരിശ്രമിച്ചു കൊണ്ടിരിക്കുന്നത്. ലോകത്ത് ഒരു മതങ്ങൾക്കും തങ്ങളുടെ മതത്തിന്റെ അടിസ്ഥാനത്തിൽ തങ്ങളുടെ വിശ്വാസ പ്രമാണത്തിന്റെ അടിസ്ഥാനത്തിൽ ഒരു പുതിയ ലോകത്തെയോ ഒരു പുതിയ സാമൂഹിക ക്രമത്തെയോ സൃഷ്ടിക്കാൻ സാധ്യമല്ല എന്ന് അതത് മതവിശ്വാസികൾ തന്നെ ഇന്ന് സമ്മതിച്ചു കൊണ്ടിരിക്കുകയാണ്. മറിച്ച് അതത് മതവിശ്വാസികൾക്ക് ഭൂരിപക്ഷമുള്ള ഒരു സാമൂഹിക ക്രമത്തെ സൃഷ്ടിക്കാൻ മാത്രമേ ഇന്ന് ലോകത്തുള്ള മറ്റു പല മതങ്ങൾക്കും സാധിക്കുകയുള്ളൂ. എന്നാൽ ഇസ്ലാം നേരത്തെ സാമുവൽ പി ഹണ്ടിങ്ടൺ അഭിപ്രായപ്പെട്ടതുപോലെ ഇസ്ലാമിനെതിരെ അങ്ങേയറ്റം പ്രകോപനകരമായ വാക്കുകൾ ഉദ്ധരിച്ചുകൊണ്ട് തന്നെ അദ്ദേഹം ഇസ്ലാമിനെ വ്യതിരിക്ത നാഗരികതയായി ലോകത്ത് മാറാൻ സാധിക്കുമെന്ന് പ്രഖ്യാപിക്കുമ്പോൾ തീർച്ചയായും ഇസ്ലാമിന്റെ ഭാവിയെക്കുറിച്ച് നാം പ്രതീക്ഷ വെച്ച് പുലർത്തേണ്ടത് ഇത്തരം ഇസ്ലാം വിരുദ്ധർ തന്നെ പ്രകടിപ്പിച്ചുകൊണ്ടിരിക്കുന്ന വാക്കുകൾ കൂടി മുഖവിലെത്തു കൊടുത്തുകൊണ്ടാണ് എന്നാണ് ഞാൻ സൂചിപ്പിക്കുന്നത്. ഇസ്ലാമിനെ കുറിച്ച് ഇങ്ങനെയുള്ളൊരു പ്രതീക്ഷ മാത്രം, ഒരു പ്രത്യാശ മാത്രം ഈ സദസ്സിനെ കൈമാറിക്കൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്. നിങ്ങൾക്ക് നന്ദി. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.